കാലത്ത് ഇപ്പോൾ കൊച്ചി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സ്മെല്ലാണ് കൊതുക് എന്ന് പറഞ്ഞിട്ട് കൊച്ചി എത്തി എന്ന് പറയുന്ന സിനിമ ഡയലോഗ് വരെയൊക്കെ ഉണ്ട്. കൊച്ചി എത്തി. അതിനൊക്കെ പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടാവും. അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇല്ലാണ്ടായത്. ഇവിടുത്തെ ഹെൽത്ത് കെയറിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിയിലെ ഉള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റി കേരളത്തിൽ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു കൊച്ചിയിലെ എയിംസ് വേണ്ട എന്ന് പറയാൻ ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ഡിസ്ട്രിക്റ്റ് കൊച്ചിയായിരിക്കും. എറണാകുളം എന്ന് പറയുന്ന നഗരത്തിന്റെ വലിയ സാധ്യതകളെ നമ്മൾ ഒരു കാലത്തും തള്ളിക്കളയാൻ പറ്റില്ല. വാട്ടർ മെട്രോ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്ന ഒരു കോമൺ ട്രാൻസ്പോർട്ടേഷൻ കൾച്ചർ എന്ന് വളരെ വലുതായിരിക്കും. കൊച്ചി ഈസ് ആക്ച്വലി കോസ്മോപൊളിറ്റൻ ഹബ് ഓഫ് കേരള. പഴയ കൊച്ചിയല്ല. കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ വന്നു കയറുന്ന കൊച്ചി അമേരിക്ക പോലെയാണ്. കാരണം വന്നു കയറുന്ന ആൾക്കാരാണ്. ഇവിടെ ഇപ്പോൾ യഥാർത്ഥ കൊച്ചിക്കാർ, യഥാർത്ഥ എറണാകുളംകാരെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. എവിടെ താമസിക്കാൻ ചോദിച്ചാൽ അടുത്ത് ചോദിക്കാൻ ശരിക്കും എവിടെ ചോദിക്കും. ഇതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലക്കാട്ടിൽ നിന്നുകൊണ്ട് കാര്യമില്ല, കാസർഗോഡ് നിന്നിട്ട് കാര്യമില്ല, ഇടുക്കിയിൽ നിന്നിട്ട് കാര്യമില്ല, തൃശ്ശൂർ നിന്നിട്ടും കാര്യമില്ല. യു ഹാവ് ടു കം ടു കൊച്ചി. Rescue efforts are underway in Kerala after the state's worst flooding in over a century. അത് ആകസ്മികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അത് യഥാർത്ഥത്തിലുണ്ടായൊരു ഫ്ലഡാണെന്ന് ഇപ്പോഴും നമ്മളതിന് വിശ്വസിക്കില്ല. കാരണം അതിൻ്റെ മാനേജ്മെൻറ്റ് ഇഷ്യൂ അതിനകത്തുണ്ട്. ഇനിയെങ്കിലും നമുക്ക് തുറന്ന് സംഭവിക്കാൻ മാനേജ്മെൻറ്റ് ഇഷ്യൂ. പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിന്റെ വ്യാവസായിക നഗരം എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. പക്ഷെ കൊച്ചിയിൽ നമ്മൾ അറിയാത്തതായിട്ടുള്ള ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട്. കൊച്ചിയെ പറ്റി വളരെ വിശദമായി നമുക്കൊന്ന് സംസാരിക്കാം. ഈ എപ്പിസോഡ് മുഴുവനായും കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സ് ആയും റീൽസ് ആയും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. ഈ ഫുൾ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. ഫ്യൂച്ചർ ഓഫ് കൊച്ചിയെ പറ്റി സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വി സുനിൽകുമാറാണ്. സുനിൽകുമാർ അസറ്റ് ഹോംസിന്റെ മാനേജിംഗ് ഡയറക്ടറും ഫൗണ്ടറുമാണ്. സുനിൽ സർ, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. ഇപ്പോൾ നമ്മൾ കേരളത്തിനെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഒരു വ്യാവസായിക നഗരം എന്ന് പറയുന്നത് കൊച്ചിയായിട്ടാണ് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കൊച്ചിയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ആ കാലഘട്ടം മുതൽ തന്നെ ട്രേഡിങ്ങും പിന്നെ നമ്മുടെ പോർട്ടും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. എനിക്കൊന്ന് കൊച്ചിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കൊച്ചിയുടെ തുടക്കം തന്നെ ഒരു കുതിച്ചാട്ടമായിരിക്കും. ഏകദേശം ഒരു 775 ഏക്കറാണെന്നാണ് എൻ്റെ അറിവ്. 800ഓളം ഏക്കറോളം വരുന്ന ഒരു മാൻമെയ്ഡ് ഐലൻഡാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ഈ റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന വിദേശിയായിട്ടുള്ള എഞ്ചിനീയർ, അദ്ദേഹം കൊച്ചിയുടെ വികസന സാധ്യതകൾ കണ്ട്, കൊച്ചി കടലിനോട് ചേർന്ന് നിൽക്കുന്ന കൊച്ചിയുടെ ഒരു വികസന സാധ്യതകൾ കണ്ടിട്ട് കൊച്ചി ഒരു പോർട്ട് സിറ്റി ആയിട്ട് വികസിപ്പിക്കാനുള്ള തുടക്കമാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ഈ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നാണ് കൊച്ചി ഒരു പോർട്ട് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. പോർട്ട് സിറ്റി ലോകത്തുള്ള എല്ലാ പോർട്ട് സിറ്റികളുടെയും വികസനം തുടങ്ങുക കടലിൻ്റെ തീരത്ത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എറണാകുളം എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ആദ്യത്തെ വികസനം വന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഐലൻഡും ഫോർട്ട് കൊച്ചിയും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അവിടെ ഇരുന്ന് ഏറ്റവും കൂടുതൽ ട്രേഡിങ്ങും ഏറ്റവും കൂടുതൽ ബിസിനസ്സും എല്ലാം നടന്നിരുന്നത്. ആ സമയത്ത് ഏറ്റവും നല്ല ബിസിനസ്സുകളാണ് എക്സ്പോർട്ട്, അല്ലെങ്കിൽ അത്തരം കേരളത്തിൻ്റെ നാണ്യവിളകൾ, കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇതെല്ലാം കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നൊരു വലിയ വികസനത്തിൻ്റെ സ്റ്റാർട്ട് പോയിൻ്റാണ് അന്ന് ഈ കൊച്ചി പോർട്ട് സിറ്റി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷൺമുഖ റോഡൊക്കെ ആയിരുന്നു കാണാൻ ചിലപ്പോൾ. പക്ഷേ ആദ്യത്തെ ഒരു മെയിൻ റോഡായിരുന്നു കൊച്ചി. കുറേ പാരലായിട്ടുള്ള റോഡുകളുടെ ഒരു വികസനമാണ് ശരിക്കും. അതിൽ ആദ്യത്തെ റോഡെന്ന് പറഞ്ഞാൽ കടലിന് പാരലായിട്ടെല്ലാം വരിക. അപ്പോൾ ആദ്യത്തെ ലൈൻ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഷൺമുഖ റോഡായിരിക്കും. പിന്നീട് ബ്രോഡ്വേ ആയിട്ട് മാറി. കൊച്ചിയിലെ ബ്രോഡ്വേ എന്ന് പറയുന്നതായിരുന്നു ഒരു സമയത്ത് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു കേന്ദ്രം. പിന്നീട് എം ജി റോഡായിട്ട് മാറി. എം ജി റോഡിൽ നിന്ന് പിന്നീട് കലൂർ കടവന്ത റോഡ് വന്നു, പിന്നെ ബൈപ്പാസ് വന്നു, ഇപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡ് വന്നു. അങ്ങനെ ഒരുപാട് പാരലൽ റോഡുകളോട് കൊച്ചി കിഴക്കോട്ടേക്ക് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് കടലും, കിഴക്കോട്ടേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് അതിങ്ങനെ മൂന്നാർ വരെ പോകുന്നത് 3 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താവുന്നൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ. കൊച്ചിയിൽ നമുക്കൊരു ബീച്ചിൽ നിന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിൽ നിന്ന് നമുക്ക് മൂന്നാറിലേക്കൊരു 3 മണിക്കൂർ കൊണ്ട് എത്താപ്പോൾ. ഓക്കെ. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് നല്ല കോസ്റ്റൽ ഏരിയാസും നല്ല മലനിരകളും ഇടയ്ക്കുള്ള സമതലകളും ചേർന്നിട്ടുള്ള ഒരു പെർപെൻഡിക്കുലർ ടു സീ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് സാധ്യതയുള്ള സ്ഥലമാണ് കൊച്ചി. അപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ കേവലം ഒരു പോർട്ട് സിറ്റി ആയിട്ടോ ട്രേഡ് സിറ്റി ആയിട്ടോ വാണിജ്യ സ്ഥലം എന്നൊക്കെ പറയുന്നതിനൊക്കെ അപ്പുറത്ത് കൊച്ചിക്ക് എല്ലാ ആസ്പെക്ട്സിലും നമ്മുടെ കടലോട് ചേർന്ന് പോകുന്ന ട്രാൻസ്ഷിപ്മെൻറ്റുകളായിട്ട് ബന്ധപ്പെട്ടുള്ള വികസനം, അതിനോട് ചേർന്ന് പോകുന്ന IT കേബിളുമായിട്ട് ബന്ധപ്പെട്ട വികസനം, ഡാറ്റാ സെൻറ്റേഴ്സ് വരാനുള്ള സാധ്യതകൾ, ടൂറിസം സാധ്യതകൾ, ഒപ്പം തന്നെ നല്ല റെസിഡൻഷ്യൽ ഹബ്ബായി മാറാനായിട്ടുള്ള സാധ്യതകൾ, അതുമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനം, ലൈക്ക് നല്ല ഇൻ്റർനാഷണൽ എയർപോർട്ട്,
നല്ല സീ ക്രൂയിസ് വരാൻ പറ്റിയ സൗകര്യങ്ങൾ, ഒപ്പം തന്നെ മെഡിക്കൽ ടൂറിസം, നല്ല ഹോസ്പിറ്റൽസ്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കൊച്ചി എന്ന് പറഞ്ഞാൽ കൊച്ചിയുടെ വികസനത്തിൻ്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തെ ഏത് മികച്ച സിറ്റികളുടെ വികസന സാധ്യതകളെക്കാട്ടിലും നാച്ചുറലായിട്ട് ദൈവം അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന എല്ലാ ഘടകങ്ങളും ചേർന്നിട്ടുള്ള സ്ഥലമാണ് കൊച്ചി. അപ്പം കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ മുഴുവൻ സാധ്യതകളും ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിനൊരു നെഗറ്റീവായിട്ട് പറയാം. നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് നാളെ ഉപയോഗിക്കുന്നത് തടസ്സമാവുന്നില്ലല്ലോ. നമുക്ക് ഇനി ഉപയോഗിക്കാനുള്ള സാധ്യത, അപ്പോൾ അവിടെ പോസിറ്റിവിറ്റി ഉണ്ട് അതിനകത്ത്. ഇതുവരെ ഉപയോഗിക്കാത്ത വലിയ സാധ്യതകൾ നമുക്ക് ഇനി നാളെ ഉപയോഗിക്കാനുള്ള വലിയൊരു ഫ്യൂച്ചർ കൊച്ചിയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോൾ ഈ സാച്ചുറേറ്റഡ് ആയി പോയി എന്ന് പല രീതിയിലും പറയുന്നുണ്ടല്ലോ. ഇതിനകത്ത് നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും കാലഘട്ടത്തിൽ മാറ്റങ്ങളുടെ കൂടെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ്. പല സിറ്റികളിൽ ഇപ്പോൾ ട്രിവാൻഡ്രം പോലുള്ള സിറ്റികളിൽ മെട്രോയെ പറ്റി ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ മെട്രോ വരികയും ഇപ്പം അതിൻ്റെ 2ാം ഘട്ടത്തിലോട്ട് കടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് കൊച്ചിയുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചെയ്യാമായിരുന്ന അത്ര നമ്മൾ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. ചെയ്തതൊന്നും കുറവാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ചെയ്യാമായിരുന്നത് എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചെയ്ത ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്. തിരക്കുണ്ടെന്നേ. ഇപ്പോൾ പണ്ട് ഫോർട്ട് കൊച്ചിയിൽ ഭയങ്കര തിരക്കുള്ള സ്ഥലമല്ലേ. എന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചിയുടെ ഇമ്പോർട്ടൻസ് ഒന്നും കുറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ അന്നത്തെ കാലത്ത് ബ്രോഡ്വേ എന്ന് പറഞ്ഞിരുന്ന ബ്രോഡ്വേ ആണ് എറണാകുളത്തെ ഏറ്റവും വീതി കുറഞ്ഞ റോഡ്. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വീതി കൂടിയ റോഡായതുകൊണ്ട് അതിന് ബ്രോഡ് വേ എന്ന് പേരിട്ടത്. ഇപ്പം ആക്ച്വലി ഏറ്റവും ചെറിയ റോഡാണ്. കാരണം ഇതിനേക്കാളും വലിയ വലിയ വീതിയുള്ള 6 തര പാതകൾ വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാൽ പോലും ബ്രോഡ്വേയുടെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. മനസ്സിലായി. ബ്രോഡ്വേ അപ്പോൾ അതിന് വേറൊരു രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. ബ്രോഡ്വേ ചിലപ്പോൾ ഒരു വാക്കിൻ സ്ട്രീറ്റ് മാൾ പോലെ ആയി മാറുന്നൊരു സമയം അതിദൂരത്തായിരിക്കില്ല. കാരണം അത്തരം പ്ലാനുകളുണ്ട്. അതായത് ബ്രോഡ്വേയുടെ അകത്തെ കൂടെ നമുക്ക് നടന്ന് ഷോപ്പ് ചെയ്യാവുന്ന, ടൂറിസ്റ്റ് ആൾക്കാരെ നടന്ന് ഷോപ്പ് ചെയ്യാവുന്ന, വിൻഡോ ഷോപ്പിംഗ് നടത്താവുന്ന ഒരു സ്ഥലമായിട്ട് ബ്രോഡ്വേ മാറ്റിയെടുക്കാവുന്നതാണ്. നല്ല അതിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള പഴയ കെട്ടിടങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനകത്തുള്ള എന്താ പറയുക ആംബിയൻസ് ഒക്കെ നിലനിർത്തിക്കൊണ്ടൊക്കെ തന്നെ അതിനകത്ത് കൂടുതൽ സേഫ്റ്റി സിസ്റ്റംസ് കൊണ്ടുവന്നുകൊണ്ട്, സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് നല്ലൊരു ഇൻ്റർനാഷണൽ വാക്കിംഗ് സെൻ്ററായിട്ട് അതിനെ മാറ്റാവുന്ന വലിയ സാധ്യത അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള പുതിയ ഡെവലപ്മെൻറ്റിലേക്ക് ഒന്ന് രൂപപ്പെടുത്തിയെടുക്കണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ സാധ്യതകളിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറവും വന്നിട്ടുള്ള കൊച്ചിയുടെ സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഫോ പാർക്കിന്റെ കാര്യം പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ IT സെക്ടറിൽ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് കൊച്ചി. അപ്പോൾ എയുടെ പുതുതായിട്ടൊരു AI ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റുകളും അതായത് AI പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊച്ചി റെഡിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? അതായത് നമ്മൾ നേരത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സുകളിൽ നിന്ന് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റുകളിലേക്ക് കൊച്ചി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും നമ്മളിവിടെ ട്രേഡിങ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിൻഡോ ഷോപ്പിംഗ് നടക്കുന്നുണ്ട്, ടൂറിസം നടക്കുന്നുണ്ടൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ പ്രധാനമുള്ള കാര്യമാണ് IT സെഗ്മെൻറ്റ് രംഗത്തും കൊച്ചിയുടെ കുതിച്ചുചാട്ടം. കൊച്ചിയിൽ ഏകദേശം 70,000-ഓളം IT പ്രൊഫഷണൽ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 70,000-ഓളം പേര്. IT സെഗ്മെൻറ്റിൽ തന്നെ ഉണ്ടാവുന്ന കുതിച്ചുചാട്ടം കൊണ്ട് ഏകദേശം 1 ലക്ഷം പുതിയ ജോബുകൾ സൃഷ്ടിക്കപ്പെടും അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ പറയപ്പെടുന്നത്. അപ്പോൾ അത്രത്തോളം IT ഇൻഫ്രാസ്ട്രക്ചർ ശക്തമായിട്ടുള്ള സ്ഥലത്ത് അതിൻ്റെ അടുത്തൊരു നെക്സ്റ്റ് ജനറേഷൻ ബിസിനസ് എന്നതിലേക്ക് AI വരുമ്പോൾ ആ AIക്ക് വളരെ പെട്ടെന്ന് പച്ച പിടിക്കാൻ പറ്റുന്നൊരു ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കൊച്ചിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ AI കമ്പനികൾ കൊച്ചിയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പറഞ്ഞു കേൾക്കുന്ന വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊച്ചിയിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെല്ലാം റിയാലിറ്റിയായി മാറിക്കഴിഞ്ഞാൽ അതിനെ അബ്സോർബ് ചെയ്യാനുള്ള വലിയൊരു കഴിവ് കൊച്ചിക്കുണ്ട്. അതാണ് കൊച്ചിയുടെ പ്രത്യേകത. കൊച്ചി വളരെ കോസ്മോപൊളിറ്റനാണ്. ഇപ്പോൾ കേരളത്തിലെ മറ്റ് ഡിസ്ട്രിക്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ തിരുവനന്തപുരമായിട്ടോ അല്ലെങ്കിൽ കോഴിക്കോടായിട്ടോ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രത്യേകതകളും അതിൻ്റേതായ അഡ്വാൻറ്റേജസൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കൊച്ചി വളരെ കോസ്മോപൊളിറ്റനാണ്. കാരണം കൊച്ചി ഒരു പോർട്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആവിയിലെത്തിച്ചിരിക്കുകയും പല കൺട്രിയിലുള്ള ആൾക്കാരുടെ പണ്ട് മുതലേ വരികയും ഒക്കെ ചെയ്തുകൊണ്ട് കൊച്ചിയുടെ കൾച്ചർ അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് വളരെ കോസ്മോപൊളിറ്റനാണ്. കാരണം നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റ് ആവും. ഇപ്പോൾ ഒരു ഓസ്ട്രേലിയക്കാരൻ വന്നാലോ അമേരിക്കക്കാരൻ വന്നാലോ ഇംഗ്ലണ്ടുകാരൻ വന്നാലോ അവർക്ക് വേറെ അപരിചിതമുള്ള സ്ഥലത്ത് എന്ന പോലെ തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ കൊച്ചി അതിനൊക്കെ ട്യൂൺഡാണ്. ഇപ്പോൾ ജപ്പാനീസ് എന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള റെസ്റ്റോറൻറ്റ് കൊച്ചിയിലുണ്ട്. അപ്പോൾ അവരുടെ ടേസ്റ്റ് ബഡ്സിനെ ആഹ്ലാദിപ്പിക്കാനുള്ള സൗകര്യം, അവരുടെ ഇഷ്ടങ്ങളെ കണ്ടെത്താനായിട്ടുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം വന്നിട്ട് ഒരു ചേരുവ വളരെ കൃത്യമാണ്. മനസ്സിലായില്ലേ? നമ്മളിനി പുതുതായിട്ട് അതിനെ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഏത് രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വന്നില്ല. ഇപ്പോൾ AI രംഗത്തെ വിപ്ലവത്തെ പറ്റി നിങ്ങൾ പറയുമ്പോൾ തന്നെയും AI രംഗത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള മാൻ പവർ ഇവിടെയുണ്ട്. അതിന് ആ ഒരു അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റ് നോളജുള്ള ആൾക്കാർ ഇവിടെയുണ്ട്.
സംസാര രീതി, ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഇപ്പോൾ നേരത്തെ പണ്ട് ഇവിടെ നമ്മുടെ ഇതൊന്നുമില്ല, ട്രാൻസ്ക്രിപ്ഷൻ്റെ ഒക്കെ കാലഘട്ടം വന്നപ്പോൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കൊച്ചിയിൽ വന്നെന്നാണ് പറഞ്ഞിരുന്നത്. കാരണം കൊച്ചിയുടെ സ്ലാങ് ആണ് ശരിക്ക് ഫോറിനേഴ്സിന് മനസ്സിലാവുക. ഇപ്പോൾ ട്രിവാൻഡ്രത്തുകാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയോ അല്ലെങ്കിൽ കോഴിക്കോട്ടുകാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയോ അല്ല കൊച്ചിയിലുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതി. കാരണം കൊച്ചിയിലുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതി കുറച്ചുകൂടി കോസ്മോപൊളിറ്റാണ്, കുറേ കൂടെ ഒരു യൂണിവേഴ്സലാണ്. മനസ്സിലായില്ലേ? അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഒരു ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ കൊച്ചിയുടേതായിട്ടുള്ള തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ രംഗത്തും കേരളത്തിലൊരു വിപ്ലവം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലം കൊച്ചിയായിരിക്കും. സാർ, ഇപ്പം AI മാത്രമല്ല, ലൈക്ക് ഇപ്പം നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ ഒരു കണക്കുകൾ നോക്കെങ്കിൽ ഫേസ് 1 ഫേസ് 2 ഏകദേശം 580-ലധികം കമ്പനികൾ ഇപ്പം നിലവിലുണ്ട്. അതിൽ ഏകദേശം 70,000-ഓളം ആൾക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഫേസ് 3 ഫേസ് 4 വരുമ്പോൾ ഏകദേശം പറയപ്പെടുന്ന 100,000-ലധികം പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്നാണ്. അപ്പോൾ ഈ ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 3 ഫേസ് 4 അത് കൊച്ചിയുടെ ഒരു IT ഹബിനെ എങ്ങനെ വളർത്താൻ സാധിക്കും? ഈ കണക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം 70,000 ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് 1,00,000 പുതിയ ജോബ് കൂടെ വരുന്നു എന്ന് പറഞ്ഞാൽ 1,00,000 സ്പെൻഡിങ് പവറുള്ള ആൾക്കാരാണ് വരുന്നത്. 1,00,000 ആൾക്കാർ ഒരു മൈഗ്രൻ്റ് ലേബർ അല്ലല്ലോ. ഇവിടേക്ക് വരുന്ന ആൾക്കാർ, ജോലി എടുക്കാനായിട്ട് വരുന്ന ആൾക്കാർ സ്പെൻഡിങ് പവറുള്ള നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊരു പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അത് മറ്റു രീതിയിലുള്ള ഒരു ട്രേഡ് യൂണിയൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. വളരെ കൃത്യമായിട്ടുള്ള ന്യൂ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് വർക്ക് ചെയ്യുന്ന 1,00,000-ഓളം പേര് വരുന്നു. ഈ 1,00,000 പേരും വളരെ ഏണിംഗ് കപ്പാസിറ്റി ഉള്ളവരാണ്. അപ്പോൾ അവർ ആ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. കാരണം അവർ സ്പെൻഡ് ചെയ്യും, അവരുടെ ലൈഫ് സ്റ്റൈൽ അവർ പ്രദർശിപ്പിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റൈൽസ് വേണ്ടി വരും, അവർക്ക് ആവശ്യമായിട്ടുള്ള ഓർണമെൻറ്റ്സ് വേണ്ടി വരും, അവർക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെറ്റീരിയൽസ് വേണ്ടി വരും, അവർക്ക് ആവശ്യമായിട്ടുള്ള ഉന്നത നിലവാരമുള്ള വീടുകൾ വേണ്ടി വരും, അവർക്ക് ഡൈൻ ഔട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള നല്ല റെസ്റ്റോറൻറ്റുകളും നല്ല ഹോട്ടലുകളും വേണ്ടി വരും. അപ്പോൾ ആൻഡ് റിലേറ്റഡ് ടു ദീസ് ജോബ്സ്, ഇവരുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സെമിനാറുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഡെലിഗേഷൻസ്, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ വരവ്, ഇവരുടെ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റുകളുടെ വിപണിയിൽ നിന്നുണ്ടാകുന്ന വലിയ ലാഭം, ആ കമ്പനികളുടെ ഫർദർ എക്സ്പാൻഷൻ, ഇതെല്ലാം ഒരു ചെയ്യുന്നല്ലേ. അതെ. അപ്പോൾ ഒരു 1,00,000 ജോലി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1,00,000 ജോലി കൊടുക്കുന്ന ഒരു 10 കമ്പനിയിലും വന്നിട്ടുണ്ടാവും. 10,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു 10 കമ്പനി വന്നു. ആ 10 കമ്പനികളുടെ എക്സ്പാൻഷൻ ഉണ്ടാവും, ആ 10 കമ്പനികളുടെ ഫ്യൂച്ചർ വളർച്ചയുണ്ടാവും. അപ്പോൾ അതെല്ലാം അബ്സോർബ് ചെയ്യാനായിട്ടും വളരാനും ഒക്കെ വളരെ സാധ്യതയുള്ളൊരു സ്ഥലമാണ് കൊച്ചി. അപ്പോൾ കൊച്ചി എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ എറണാകുളം കോൺസ്റ്റിറ്റ്യുവൻസിന്നോ അല്ലെങ്കിൽ GCDയുടെ പെരിഫറലിലുള്ള സ്ഥലമൊന്നും എടുക്കരുത്. കൊച്ചി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അറബിക്കടൽ മുതൽ മൂന്നാർ വരെ നിൽക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ടു സീ കോസ്റ്റ് സ്ട്രെച്ചാണ്. ആ സ്ട്രെച്ചിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് സംഭവങ്ങൾ. ഇപ്പോൾ ഇവിടെ നേരെ കിഴക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കിഴക്കമ്പലം എന്ന് പറയുമ്പോൾ ഒരു വലിയ ടെക്സ്റ്റൈൽ ഹബ്ബാണ് ആക്ച്വലി, അല്ലേ. അത് കഴിഞ്ഞാൽ നമ്മൾ കോലഞ്ചേരി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ എക്സ്ട്രാക്ട് സിന്തറ്റിൻ്റെയൊക്കെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സാണ്. അതിനിടയ്ക്ക് നമ്മൾ പെരുമ്പാവൂർ വരുമ്പോൾ ഈ ഡെൻ്റൽ എക്യുപ്മെൻറ്റ്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെൻ്റൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഹബ്ബാണ്. മൂന്നാർ എന്ന് പറഞ്ഞാൽ വേൾഡിലെ വൺ ഓഫ് ദ ടോപ്പ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊന്നാണ്. അപ്പോൾ ആ ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചി അല്ലെങ്കിൽ എറണാകുളമായിട്ട് കാണാനുണ്ട്. കൊച്ചി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ്. തിരുവനന്തപുരം മുതൽ കൊച്ചി വരെ, കൊച്ചി മുതൽ കാസർഗോഡ് വരെ എന്ന് പറയുന്ന സെൻട്രൽ പോയിന്റ്. ആ സെൻട്രൽ പോയിന്റിൽ അറബിക്കടൽ മുതൽ കിഴക്ക് സഹ്യപർവ്വതം വരെയുള്ളൊരു വെർട്ടിക്കലായിട്ടുള്ള ഒരു ലൈൻ, ആ ഒരു പോർഷൻ, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഒരു കേരളത്തിൻ്റെ വാണിജ്യ ഹബ്ബ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഗോൾഡൻ ലൈൻ ഓഫ് ട്രേഡ് അല്ലെങ്കിൽ ഗോൾഡൻ ലൈൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ആ ലൈൻ അതാണ്. അവിടെ ഇല്ലാത്തൊന്നുമില്ല, അവിടെ ഇല്ലാത്തൊരു ബിസിനസ് ഇല്ല, അവിടെ ഇല്ലാത്തൊരു ട്രേഡ് ഇല്ല, അവിടെ ഇല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല, അവിടെ ഇല്ലാത്തൊരു ഓണ്ടർപ്രണർഷിപ്പ് ഇല്ല. സോ അങ്ങനത്തെ വളർച്ചയുള്ള സ്ഥലത്തിൻ്റെ ഏതാണ്ട് സെൻട്രൽ പോയിന്റിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കാക്കനാടിനെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ കാക്കനാട് 1,00,000-ഓളം ആൾക്കാർ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് കാക്കനാട് നിന്ന് പടിഞ്ഞാട്ടേക്ക് ആലോചിക്കണം? കാക്കനാട് കിഴക്കോട്ടേക്ക് സ്ഥലം കിടക്കല്ലേ. അതെ. കാക്കനാട് കിഴക്കോട്ടേക്ക് എക്സ്പാൻഷനുള്ള സാധ്യതകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഓൺലി തിങ് യു നീഡ് ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ. പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഫാസ്റ്റാണ്. നമ്മൾ കണ്ണട ചുരുക്കുന്ന സമയം കൊണ്ടാണ് പുതിയ റോഡുകൾ വരുന്നത്, കണ്ണട ചുരുക്കുന്ന സമയം കൊണ്ടാണ് പാലങ്ങൾ വരുന്നത്. പണ്ട് പറവൂരിൽ ഞാൻ എറണാകുളത്തേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 5 കൊല്ലം ഞാൻ കണ്ടിട്ടുണ്ട്, 5 കൊല്ലമെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ചേരാനിൽ ഒരു ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നത്. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ബോട്ടിലിങ്ങനെ കവർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഓരോ പില്ലറാണ് നമ്മളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 4-5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ആ പില്ലറുകൾ മുഴുവൻ തീർന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളൊരു മാസം ഒരു വഴി കൂടെ പോയില്ലെങ്കിൽ ചിലപ്പോൾ അതിലെ ഒരു പാലം
ഉണ്ടാവും. വഴി തിരിച്ചറിയാൻ പറ്റാത്ത കണ്ടീഷൻ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ് കയ്യിലുണ്ട്. അപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള ഘടകമാണ്. വികസനത്തിന് സാധ്യതയുള്ള ഇന്ത്യയിലെ എല്ലാ നഗരങ്ങൾക്കും വികസിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ആ സമയം അവർക്ക് യൂട്ടിലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ വികസിക്കാം. യെസ്. അതെങ്ങനത്തെ വികസനം, വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വികസനം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിനെ എത്രത്തോളം പരമാവധി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ സംരംഭകനും ഓരോ ഗവൺമെന്റും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ ഒരു നാസ്കോം റിപ്പോർട്ട് പ്രകാരം മിഡ് 2025 കണക്ക് പ്രകാരം വരുമ്പോൾ ഏകദേശം 20-ലധികം ഗ്ലോബൽ കമ്പനീസ്, മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. എക്സാമ്പിൾ ഇപ്പം ഇൻഫോസിസ്, അതുപോലുള്ള എറിക്സൺ, ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനീസ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഇങ്ങനെ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനീസ് വരാനുള്ള രീതിയിൽ എന്തൊക്കെ സപ്പോർട്ടുകളാണ് നമ്മുടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നാടിന്റെ സൈഡിൽ നിന്നോ ഉണ്ടാവുക? GCC എന്ന് പറയുമ്പോൾ ഒരു ഗ്ലോബൽ ക്യാപിറ്റൽ സെൻറ്റർ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അത് ഈ ഗ്ലോബൽ ക്യാപിറ്റൽ സെൻറ്ററുകൾക്ക് മാത്രമല്ല, വേൾഡിലെ മികച്ച ബ്രാൻഡുകൾക്കെല്ലാം അങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ വളരെ ഞങ്ങളുടെ ഫീൽഡായിട്ട് വന്നിട്ട് പറയാം, ഞങ്ങളുടെ ഫീൽഡിൽ ഉള്ളൊരു പുതിയ വെർട്ടിക്കലാണ് സീനിയർ ലിവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സീനിയർ ലിവിങ്ങിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനി എന്ന് പറയുന്നത് കൊളംബിയ പസഫിക്കാണ്. അപ്പോൾ കൊളംബിയ പസഫിക് കേരളത്തിലേക്ക് വരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ കൊളംബിയ പസഫിക് നമുക്ക് ചെക്ക് ലിസ്റ്റ് അയച്ചു. അപ്പോൾ ഞങ്ങൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 1 പേജറാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊരു ഡോക്യുമെൻ്റാണ് ആക്ച്വലി. ആ ഡോക്യുമെൻറ്റിൽ ഒരു 100 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അവരുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവർക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം സൗകര്യങ്ങൾ ഈ സ്ഥലത്തുണ്ട്, എന്തുകൊണ്ട് ഇതൊരു സീനിയർ ലിവിങ് ഹബ്ബായിട്ട് മാറാം എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കുറേയധികം പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സിന് എല്ലാ ബോക്സിലും ടിക്ക് വീഴുമ്പോഴാണ് ആ ലൊക്കേഷൻ അവർ സെലക്ട് ചെയ്യുന്നത്. സിമിലർലി ഞങ്ങൾ കൊച്ചിയിൽ ലംബോർഗിനി എന്ന് പറയുന്ന ബ്രാൻഡിനെ കൊച്ചിയിൽ ഒരു പ്രോജക്റ്റ് ബ്രാൻഡ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കൊച്ചിയുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് അവരുടെ. ആ ചെക്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ബോക്സുകളിലും ടിക്ക് വീണാലേ ആ ബ്രാൻഡ് ഇങ്ങോട്ടേക്ക് വരുള്ളൂ. സിമിലർലി കോഴിക്കോട് ഞങ്ങൾ ഈ ലംബോർഗിനെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അത്തരം ബോക്സ് ടിക്ക് വീണപ്പോൾ കൊച്ചിയിൽ വീണതിൻ്റെ പകുതി പോലും ടിക്ക് കോഴിക്കോട് വീണില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇത്തരം GCC കമ്പനികൾക്കും ഇത്തരം ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് ടു സെലക്ട് എ സിറ്റി. ആ പാരാമീറ്റേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് എല്ലാ ബോക്സിലും ടിക്ക് വീഴാൻ പറ്റിയ സ്ഥലം കൊച്ചിയിലായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കമ്പനികളെല്ലാം വരുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇവിടെ അതിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബ്രെയിൻ ഉണ്ടാവണം, അതിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടാലൻ്റ് ഉണ്ടാവണം, അവരുടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം. നമുക്കൊരു വലിയ ശമ്പളം കൊടുത്ത ആൾക്കാരെ കൊണ്ടുവരാമെന്ന് പറയുന്നതിനേക്കാളും അപ്പുറത്ത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൾക്കാരെ കിട്ടണം. അതിനേക്കാളും ഉപരിയായിട്ട് അവർക്ക് പറ്റിയ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. ആൾക്കാർ വന്ന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന പോലെയുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാവണം. അവിടെ സമാധാനം ഉണ്ടാവണം, വർഗീയ കലാപം ഉണ്ടാവാൻ പാടില്ല, വഴക്കുണ്ടാവാൻ പാടില്ല, ബന്ധം ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ബന്ധും സമരങ്ങളൊക്കെ നമ്മൾ മറന്നുപോയില്ലേ? ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വിളിച്ചിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം പറയില്ല. കാണുന്നില്ലല്ലോ. കാരണം കഴിഞ്ഞ 10 വർഷത്തിനൊക്കെ അത് കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? അതിന് നമ്മൾ പ്രതിപക്ഷത്തിനോടും ഭരണപക്ഷത്തിനോടും നന്ദി പറയണം. കാരണം 10 വർഷം പ്രതിപക്ഷത്തിരുന്നൊരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഇലക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശരിയാണല്ലോ. അപ്പോൾ ആ കഴിഞ്ഞ 10 വർഷം അവർ ബന്ധം നടത്തിയില്ല എന്ന് പറയുന്നതും കഴിഞ്ഞ 10 വർഷം ബന്ധം ഉണ്ടാവാനിടയാവാത്ത സാഹചര്യം സൃഷ്ടിച്ചതുകൊണ്ട് ഭരണവർഗത്തിനും അഭിമാനിക്കാവുന്ന തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞ പോയിന്റ് വളരെ കള. ഇന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വിളിച്ചിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ കേരളത്തിലൊരു കുട്ടിക്ക് അത് പറയാൻ പറ്റില്ല. എന്നാൽ അതിനപ്പുറത്ത് ഇപ്പം നമ്മുടെയൊക്കെ പ്രായത്തിലോട് നമുക്ക് ബന്ധം എന്താണെന്നറിയാം. കാരണം ബന്ധം ആഘോഷിച്ചിരുന്ന ഒരു പൊസിഷനിൽ നിന്ന് മലയാളി ഇപ്പോൾ ബന്ധ് വേണ്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ വർക്ക് ഹോളിക്കായിട്ട് നമുക്ക് ആ ദിവസം കൂടെ വർക്ക് ചെയ്യാം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു GCC കമ്പനി ഇവിടെ വരണം എന്ന് പറയുമ്പോൾ നമ്മൾ കണക്കാക്കേണ്ട ഒരുപാട് പാരാമീറ്റേഴ്സിൽ ചില പാരാമീറ്റേഴ്സാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോൾ അത്തരം പാരാമീറ്റേഴ്സ് എല്ലാം കൊച്ചിയിലുണ്ട്. ഇവിടെ നാളെ ഉണ്ടാക്കിയിട്ട് വേണ്ട. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ വേറൊരു സിറ്റി പറയുകയാണെങ്കിൽ, വേറൊരു സ്ഥലം പറയുകയാണെങ്കിൽ അവിടെ ഇതെല്ലാം വരണം. പല സ്ഥലങ്ങളിൽ എത്തിച്ചേരേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ വളർച്ച കാണുന്നില്ല. ട്രിവാൻഡ്രം ശരിക്കും പറഞ്ഞാൽ വിഴിഞ്ഞം വന്നിട്ട് ട്രിവാൻഡ്രം പെട്ടെന്ന് വീർപ്പൂട്ടാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം അതിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. കൊച്ചി തന്നെ പ്രിപ്പയർഡാണ്. മാത്രമല്ല കൊച്ചിക്കുള്ള എക്സ്പാൻഡ് സാധ്യതയുള്ള ട്രിവാൻഡ്രത്തെക്കാളും വലുത്. കാരണം ട്രിവാൻഡ്രം പോലെ ഒരു റിജിഡ് അല്ല കൊച്ചിയുടെ സ്വഭാവം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചി കുറേ കോസ്മോപൊളിറ്റാണ്. ഇപ്പം നാളെ ഇവിടെ ഒരു ഡിസ്കോ ബാർ വരണത് വിചാരിക്കുക, കൊച്ചിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. മനസ്സിലായില്ലേ? കൊച്ചി പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും. കാരണം കൊച്ചിയുടെ കൾച്ചർ അങ്ങനെയാണ്, കൊച്ചിയുടെ ഒരു ബിസിനസ് ഓറിയൻറ്റേഷൻ അങ്ങനെയാണ്, കൊച്ചിയുടെ ആൾക്കാരുടെ ഔട്ട്ലുക്ക് അങ്ങനെയാണ്.
അപ്പോൾ നിങ്ങൾ ചോദിക്കും കൊച്ചി ആരാ എന്ന് ചോദിക്കും. ആക്ച്വലി കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ വന്നു കയറുന്ന കൊച്ചി അമേരിക്ക പോലെയാണ്. കാരണം വന്നു കയറുന്ന ആൾക്കാരാണ്. ഇവിടെ ഇപ്പോൾ യഥാർത്ഥ കൊച്ചിക്കാർ, യഥാർത്ഥ എറണാകുളംകാരെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. പിന്നെ നമ്മൾ കാണുന്ന പല ആൾക്കാരോടും നമ്മൾ എവിടെ താമസിക്കാൻ ചോദിച്ചാൽ അടുത്ത ചോദ്യം ശരിക്കും എവിടെ ചോദിക്കും. കൊച്ചിയിൽ കാണുന്ന എല്ലാവരും നമ്മൾ ചോദിക്കുന്ന ചോദ്യം എവിടെ താമസിക്കുമെന്ന് ചോദിക്കാൻ അടുത്ത ചോദ്യം ശരിക്കും നാടെവിടെയെന്ന് ചോദിക്കും. അത് ദുബായ് ചോദിക്കുന്ന ചോദ്യമാണ്. ദുബായിൽ നമ്മൾ മലയാളിയെ കണ്ട ആദ്യം ചോദിക്കുന്ന കാര്യം അവിടെ വർക്ക് ചെയ്യണമെന്ന് ചെയ്യണമെന്ന് ചോദിച്ചാൽ അടുത്ത ചോദ്യം നാട്ടിലെവിടെയെന്ന് ചോദിക്കും. അപ്പം നാട്ടിലെവിടെയോ ആണ് അവർ. സെയിമാണ് കൊച്ചി. കാരണം കൊച്ചിയിൽ നമ്മളൊരാളെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ശരിക്കും എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ കോഴിക്കോട് നിന്നുകൊണ്ട് സെറ്റിലാണ്, കണ്ണൂരിൽ നിന്നുകൊണ്ട് സെറ്റിലാണ്, തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് സെറ്റിലാണ്. അപ്പോൾ കൊച്ചിക്ക് ഒരു ദുബായുടെ സ്വഭാവം, ഒരു കോസ്മോപൊളിറ്റൻ സ്വഭാവമുള്ള സിറ്റിയാണ് കൊച്ചി. അപ്പോൾ ആ കൾച്ചറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ കമ്പനികളെ കൊച്ചി സെലക്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. കാരണം അവർക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഈ കൾച്ചർ അവരെ തടസ്സപ്പെടുത്തില്ല. ഇപ്പം കൊച്ചി മെട്രോയെ പറ്റി പറഞ്ഞു. അപ്പം അതിപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ഫേസിലോട്ട് എത്തി നിൽക്കുകയാണ്. ആ ഫേസ് എന്ന് പറയുന്നത് ജയലളിത സ്റ്റേഡിയം തൊട്ട് ഇൻഫോ പാർക്ക് വരെയുള്ള ഒരു 11 കിലോമീറ്ററിൻ്റെ സ്ട്രെച്ചാണ്. അതിൽ ഏകദേശം ഈ ബഡ്ജറ്റിൽ 2026-27 ബഡ്ജറ്റിൽ ഏകദേശം 79 കോടിയോളം അനുവദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കണക്ടിവിറ്റി ഈ കൊച്ചിയുടെ IT വർക്ക് ഫോഴ്സിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും, അത് അർബൻ പ്രൊഡക്ടിവിറ്റിയിൽ എങ്ങനെ ഇതിന് റിയൽ ഇമ്പാക്റ്റ് കൊണ്ടുവരും? ഈ ചോദ്യം ഉത്തരം പറയാൻ ഏറ്റവും അർഹരായുള്ള ആൾക്കാർ ഞങ്ങളാണ്. അതിന് കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 10 ഡിസ്ട്രിക്റ്റിൽ പോയിട്ടുണ്ട്. തൊടുപുഴയും കൂടെ ഞങ്ങൾ തുടങ്ങുകയാണെങ്കിൽ 11 ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ പോയിട്ടുണ്ടോ. അപ്പോൾ കേരളത്തിൽ 11 ഡിസ്ട്രിക്റ്റിൽ റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഒരേ ഒരു ബിൽഡേഴ്സ് ടോംസാണ്. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, ഈ സ്ഥലങ്ങളിൽ പോയിട്ട് ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാരൊക്കെ നമ്മളോട് പറയുന്നത് കൊച്ചിയാണ് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഞങ്ങൾ വന്നിട്ടുണ്ട്, മെട്രോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കുട്ടികൾ പറയാറുണ്ട് കൊച്ചിക്ക് വരുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് മെട്രോയിൽ യാത്ര ചെയ്യാൻ വേണ്ടതെന്ന്. ഈ മെട്രോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയലായിട്ട് ഉപയോഗപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം കൊച്ചിയാണ്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കൊണ്ട് മെട്രോ തൃശ്ശൂർക്ക് കിട്ടുന്നുണ്ട്. എന്തൊരു അർത്ഥമില്ലാത്ത സ്റ്റേറ്റ്മെൻ്റാണത്. മെട്രോ അതിനുള്ളതല്ല. മെട്രോ ശ്രീധരൻ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹാപ്പനിങ് പ്ലേസസിനെ കണക്ട് ചെയ്യുന്ന, സിറ്റിയുടെ അകത്തെ ട്രാഫിക് കുറയ്ക്കുന്ന, സിറ്റിയുടെ അകത്തെ പൊല്യൂഷൻ കുറയ്ക്കുന്ന, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, മനസ്സിലായില്ലേ? ഇനി അതൊരു എന്താ പറയുക, ഒരു ഹാർട്ട് ലൈനോ അല്ലെങ്കിൽ എന്താ ലൈഫ് ലൈനാണത്. ആ ലൈഫ് ലൈൻ്റെ ഇരുവശത്തുമാണ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. നിങ്ങളൊരു ലൈൻ വരച്ചിട്ട് അതിലൂടെ ആൾക്കാർ യാത്ര ചെയ്യാൻ പറയുകയും ഓരോരോ കിലോമീറ്റർ കൂടുമ്പോൾ ആൾക്കാർക്ക് ഇറങ്ങാനുള്ള സൗകര്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റണ്ടേ? ഒറിജിനലി മെട്രോ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേട്ടിരുന്നത് മെട്രോ ലൈനിൻ്റെ ഇരുവശങ്ങളിലും ഏകദേശം 250ഓളം മീറ്റർ ദൂരത്തിൽ, അതിന് നടന്നു പോകാൻ ദൂരത്തിൽ റെസിഡൻഷ്യൽ യൂണിറ്റുകളും കമേഴ്ഷ്യൽ യൂണിറ്റുകളും പണിയുമ്പോൾ കൂടുതൽ എഫ്ഐആർ കൊടുക്കുന്ന പറഞ്ഞ് പല സ്ഥലത്തും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഗുണം? അവിടെ ആൾക്കാർക്ക് ജോലി ചെയ്യാം, അവിടെ ആൾക്കാർക്ക് താമസിക്കാം, നടന്നു വരാം അവർക്ക്. അപ്പോൾ ശരിക്കും ആക്ച്വലി മെട്രോ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ലൈഫ് ലൈൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ലൈഫ് ലൈൻ. ഇപ്പോൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ മെട്രോ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ പൊല്യൂഷനിൽ കുറവെന്ന് പറയുന്നത്. കാരണം മെട്രോ ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഫ്യൂംസും അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷനും എല്ലാം ഈ വെഹിക്കിളിൽ നിന്നുള്ള പൊല്യൂഷനും ഒക്കെ കുറയാണ്ടേ. ഈവൻ സൗണ്ട് പൊല്യൂഷൻ കുറഞ്ഞു. ഈ മെട്രോ ഹോൺ അടിക്കുന്നില്ലല്ലോ. മറ്റേത് മെട്രോയുടെ താഴെ കിടന്ന് ഈ ആൾക്കാർ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക, ശരിയല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് മെട്രോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂട്ടേഷൻ മാത്രമല്ല, ഒരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം മാത്രമല്ല ചെയ്യുന്നത്. മെട്രോ ആക്ച്വലി ഒരു പുതിയ കൾച്ചർ തന്നെയാണ്. ആ കൾച്ചർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറവ് കാർ യൂസ് ചെയ്യുക, നിങ്ങൾ കോമൺ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം യൂസ് ചെയ്യുക, അത് വളരെ നീറ്റായിരിക്കുക, ക്ലീനായിരിക്കുക. എന്തുകൊണ്ടാണ് ഈ കോമൺ ട്രാൻസ്പോർട്ടേഷൻ ആൾക്കാർ ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് നീറ്റും ക്ലീനും സുരക്ഷിതമല്ലാത്തതാണ്. ഇപ്പോൾ KSRTC ബസ്സിന് എന്തുകൊണ്ട് ആൾക്കാർ യാത്ര ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബസ്സിനകത്ത് ആൾക്കാർ പലരും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൗകര്യമുള്ള ബസ്സുകളില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് നടന്നല്ലോ പോണത്, നമ്മൾ ബസ്സിനല്ലേ പോകണത്. എന്താ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ പോകേണ്ട കാര്യം അത് നീറ്റാണ്, ക്ലീനാണ്, സെക്യൂർഡാണ്, അല്ലേ? അങ്ങനെ അല്ലാത്തൊരു സ്ഥലത്ത് കയറേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ മാറിയിരിക്കുന്നത്. ആ സൗകര്യം അവിടെ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ എല്ലാവരും യൂസ് ചെയ്യില്ല. പക്ഷെ മെട്രോ യൂസ് ചെയ്യാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആകെയുള്ള ഡെഫിഷ്യൻസി നല്ല പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ടെങ്കിൽ, എല്ലാ ബസ് സ്റ്റോപ്പുകളിലും നല്ല പാർക്കിംഗ് ഗ്രൗണ്ട്, എല്ലാ മെട്രോ സ്റ്റേഷനിലും നല്ല പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ടെങ്കിൽ, എല്ലാ മെട്രോ ലൈനിൻ്റെ സമീപത്തും കൂടുതൽ എഫ്ഐആർ കൊടുത്തിട്ടുള്ള റെസിഡൻഷ്യൽ കമേഴ്ഷ്യൽ ഹബ്ബുകൾ ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ ഐ തിങ്ക് കൊച്ചി മെട്രോ വലിയ പ്രോഫിറ്റിലായിരിക്കും. അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നൊരു തടസ്സം, ഇപ്പോൾ എനിക്കൊന്ന് കാക്കനാടേക്ക് പോകണമെന്ന് വെച്ചാൽ ഞാൻ മെട്രോയിൽ പോയേനെ. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഓഫീസിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം കൂടുതലാണ്. എനിക്ക് അവിടെ ചെന്നാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടുമെന്നുള്ള സംശയമുണ്ട്. ഈ കാരണങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പക്ഷെ നമ്മൾ കണ്ട വലിയൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഈ ഫ്ലഡ് വന്നപ്പോൾ ആൾക്കാർ യൂസ് ചെയ്ത മെട്രോ ആണ്.
അതായത് ഇവിടെ റോഡുകളിൽ മഴ പെയ്ത് റോഡിൽ വെള്ളം നിറയുമ്പോൾ കാറ് പുറത്തിറക്കാൻ പറ്റാണ്ട് വരുന്ന സമയം നോക്കുമ്പോൾ മെട്രോ എല്ലാ ട്രിപ്പും ഫുള്ളാണ്. അതെ. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കി പോകുമ്പോൾ താഴെ വെള്ളത്തിൽ ബ്ലോക്ക് കിടക്കുന്ന വണ്ടികൾ കാണാം. നമുക്ക് സുഖമായിട്ട് നമ്മുടെ എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെടുകയും ചെയ്യാം. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് മെട്രോയുടെ സാധ്യത നമ്മൾ കാണുന്നത്. മെട്രോ ശരിക്കും പറഞ്ഞാൽ കൊച്ചി എന്ന് പറയുന്ന നഗരത്തിലെ പല ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൈപ്പിൻ പോലത്തെ സ്ഥലങ്ങളിലേക്കും, അതുപോലെ ഈ പറഞ്ഞ ബിസിനസ് സാധ്യതയുള്ള കൊച്ചി പോലുള്ള ടൂറിസം സാധ്യതയുള്ള കൊച്ചി പോലുള്ള മേഖലകളിലേക്കും മെട്രോ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയും വാട്ടർ മെട്രോ വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്ന ഒരു കോമൺ ട്രാൻസ്പോർട്ടേഷൻ കൾച്ചർ എന്ന് വളരെ വലുതായിരിക്കും. നേരത്തെ നമ്മൾ ഫ്ലഡിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ സമയത്ത് കൂടുതൽ മെട്രോ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ ആൾക്കാർക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇവിടെ ഫ്ലഡ് എന്ന് പറയുന്നത്. അത് ഒരു ലോ ലൈങ് കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് അങ്ങനെ ഒരു പേടി പൊതുവേ ഉണ്ട്. അപ്പം കൊച്ചി സേഫ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇടയ്ക്ക് പറഞ്ഞൊരു വരുന്നുണ്ട്. ചെറിയ തിരുത്ത് എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ ഫ്ലഡ് എന്ന് ഉദ്ദേശിച്ചാൽ ഇവിടെ ഒരു സമയത്ത് പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ റോഡിൽ വെള്ളം കെട്ടുന്ന അവസ്ഥയായിരുന്നു. 2018 നമ്മൾ പറയുന്ന വലിയ ഫ്ലഡിൽ പ്രളയം. ആ പ്രളയം എറണാകുളത്ത് വന്നിട്ടില്ല. ഞാൻ കടവന്നൂർ താമസിക്കുന്നതാണ്. എൻ്റെ വീടിനോട് വെള്ളം കയറിയിട്ടില്ല. എറണാകുളം ടൗണിൽ വെള്ളം മുങ്ങിയിട്ടില്ല. വെള്ളം വന്നത് ആലുവയിലും പറവൂരും അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ്. അവിടെ എന്താ അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ അത് മേ ബി അത് ഒരുപാട് ഡിസ്പ്യൂട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. പലരും അതിപ്പോഴും സെലിബ്രിറ്റി റെഡിയായിട്ട് ക്യാമറ ഇട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നിൽക്കുമ്പോഴും ഞാൻ പറയുന്നു അത് ആകസ്മികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അത് യഥാർത്ഥത്തിലുണ്ടായൊരു ഫ്ലഡാണെന്ന് ഇപ്പോഴും നമ്മളാരും വിശ്വസിക്കില്ല. കാരണം അതൊരു മാനേജ്മെൻറ്റ് ഇഷ്യൂ അതിനകത്തുണ്ട്. ഇനിയെങ്കിലും നമുക്ക് തുറന്ന് സംഭവിക്കാൻ മാനേജ്മെൻറ്റ് ഇഷ്യൂ അത് പറയുന്നതാണ് ഇനി നല്ലത് ആക്ച്വലി. കാരണം ഇനിയും ഫ്ലഡ് വരും എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു മിസ്റ്റേക്കിൽ സംഭവിച്ചാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അതിനെ ന്യായീകരിക്കത്തക്കതായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ കാരണം നമ്മളൊരു ഡാം തുറന്നു വിടുന്ന സമയത്ത് വേലിയേറ്റമാണെന്നുണ്ടെങ്കിൽ വെള്ളം രണ്ടും ഇങ്ങോട്ടേക്ക് വരുവാണ്. അതെ. കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നു, ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നു. നാച്ചുറലി സ്പ്രെഡ് ടു സബർബൻ ഏരിയാസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം വരും. ഈ ഡാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പേടി സ്വപ്നമാണ് ഈ മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പം അതിൽ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ വലിയ റൂട്ട് മാപ്പൊക്കെ കാണിക്കാറുണ്ട്. അതിൽ ഏറ്റവും വലിയ ആദ്യം വെള്ളം നിറയാൻ പോകുന്നത് കൊച്ചിയാണെന്നാണ്. അപ്പോൾ ഈ മിസ്മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഈ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം വന്നാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ കൊച്ചി പ്രിപ്പയർഡ് ആണോ? അത് ഞാൻ പറയട്ടെ, നമ്മൾ റിച്ചർ സ്കെയിലിൽ 6 മുകളിൽ അല്ലെങ്കിൽ 8 മുകളിലൊരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ ആ സിറ്റി ഉണ്ടാവില്ല. ഇപ്പം ജപ്പാനിലല്ല എങ്കിൽ ലോകത്തൊരു സ്ഥലത്ത് അത്ര സിറ്റികൾ ഉണ്ടാവില്ല. കാരണം ജപ്പാനിൽ മാത്രമാണ് 8 മുകളിൽ റിച്ചർ സ്കെയിലുള്ള കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നത് ഡിലേ ചെയ്യാനുള്ള ടെക്നോളജി ഉള്ളത്. തകർന്നു വീഴില്ല എന്ന് പറയുന്നില്ല, തകർന്നു വീഴുന്നത് ഡിലേ ചെയ്യാനുള്ള, അത് മനുഷ്യനാശം സംഭവിക്കാത്ത രീതിയിൽ ഉള്ള ടെക്നോളജി. അതും വളരെ കോസ്റ്റ്ലിയാണ്. ഇന്നിവിടെ പറയുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒന്നുമല്ല, എത്രയോ മടങ്ങ് കോസ്റ്റ്ലി ആയിട്ടുള്ള ടെക്നോളജിയാണ്. അപ്പം അത്തരമൊരു സാധ്യതയിലാണ് മുല്ലപ്പെരിയാറിനും ഈ പ്രശ്നങ്ങൾ പറയുന്നത്. പിന്നെ മുല്ലപ്പെരിയാറിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡാം വരുന്ന ന്യൂസിൽ ഓൾറെഡി വന്നു കഴിഞ്ഞല്ലോ. പുതിയ ഡാം വരികയാണ്. ആ പുതിയ ഡാം വരുന്നതുകൊണ്ട് ആ പ്രശ്നം ഇല്ലാണ്ടായി പോകും. പിന്നെ ലോകത്ത് ഈ മുല്ലപ്പെരിയാർ കഴിയുമ്പോൾ വേറൊരു പ്രശ്നം വരും. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഈ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ന്യൂസുകൾക്ക് വായനക്കാരുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാനിന്നാൾ കുറച്ച് ദിവസം ഒരു ദിവസം യാത്ര ചെയ്യുമ്പോഴൊരു എൻ്റെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ നിന്നൊരു സീരിയൽ ഡയറക്ടറാണ്. അപ്പോൾ ഞാൻ അയാളെ പരിചയപ്പെട്ടപ്പോൾ ഞാൻ പുള്ളി ചോദിച്ചു എങ്ങനെയാണ് ഈ എല്ലാ, അപ്പോൾ പുള്ളിപ്പിച്ചുകൊണ്ടിരുന്ന സീരിയലുണ്ട് 300 എപ്പിസോഡായെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് ഈ 300 ദിവസവും ഒരേ കാഴ്ചക്കാർക്കല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം 210ാമത്തെ എപ്പിസോഡ് ആദ്യം ഇടുകയും കാണാൻ പറ്റില്ലല്ലോ. യു ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് എപ്പിസോഡ്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ കൃത്യമായിട്ട് ഈ സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ എല്ലാ ദിവസവും ഈ TV ബോക്സിൻ്റെ മുമ്പിൽ ഒരേ കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇരുത്താൻ പറ്റുന്ന പുള്ളി പറഞ്ഞാൽ അതിനകത്തൊരു ടെക്നോളജി വെച്ചാൽ ഞങ്ങൾ എല്ലാ എപ്പിസോഡും അവസാനിപ്പിക്കുക ഒരു വലിയ ആകാംക്ഷയുടെ ഇങ്ങനെ മുൾമുനയിലേക്ക്, നാളെ എന്ത് സംഭവിക്കുന്നുള്ള ഉത്കണ്ഠയിലാണ് ആൾക്കാർ ഓടി വന്നിട്ട് TV കാണുന്നതെന്ന് പറഞ്ഞ്. എന്ന് പറയുന്ന പോലെ ഈ ന്യൂസ് റീഡിങ് രംഗത്തും അല്ലെങ്കിൽ മാധ്യമ രംഗത്തും എല്ലാം ഒരു ആവശ്യം എന്ന് വെച്ചാൽ ഒരു ആകാംക്ഷ ഉണ്ടാക്കണം. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഒരു സമയത്തൊരു ആകാംക്ഷയായിരുന്നു. അപ്പോൾ ആ ആകാംക്ഷയുടെ കാലം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പുതിയ ഡാം വരുന്നുണ്ട്, ആ ന്യൂസ് കഴിഞ്ഞു. ഇനി ചിലപ്പോൾ ഒരു പുതിയ വേറൊരു ന്യൂസ് വന്നേക്കാം. അത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, അതായിക്കോട്ടെ. പക്ഷേ ലോകം അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഭൂകമ്പം ഉണ്ടായാലും പ്രളയം ഉണ്ടായാലും സുനാമി ഉണ്ടായാലും ഇനി അണുബോംബ് വീണ്ടും ലോകം വീണ്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അതിന് ചലിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പോലെ ഏകദേശം ഒരു 10 കോടി രൂപയോളം വന്നിട്ട് ഒരു പുതിയൊരു പ്രോജക്റ്റ്, അതായത് ഫ്ലഡ് റെസ്പോൺസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ടെക്നിക്കലി സ്പീക്കിംഗ് അതിനകത്ത് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം 100% കറക്റ്റാണ്. ഓക്കെ. കാരണം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിലെ
തിയറട്ടിക്കൽ പാർട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ തിയറട്ടിക്കൽ പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന അത് വെൽ സ്റ്റഡീഡ് റിപ്പോർട്ടാണ്, പ്രോപ്പറായിട്ടുള്ള ഫൈൻഡിങ്സ് ആണ്. അത് പ്രകാരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കൊച്ചിയിൽ വെള്ളം നിൽക്കില്ല, ഒരു രീതിയിലും വെള്ളം ഒരു ചെറിയ ഫ്ലഡ് പോലും. പക്ഷേ ഇന്നത്തെ കാലത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനകത്ത് പെയ്യുന്ന മഴയുടെ അളവ് കൂടിയുണ്ട്. അതെ. അപ്പോൾ മഴ ഒരു 5 ദിവസം നിൽക്കുമ്പോഴാണ് പണ്ട് വെള്ളം പൊങ്ങിയിരുന്നെങ്കിൽ ഇന്ന് കഠിനമായിട്ടുള്ളൊരു വലിയ ഹിമവാതം പോലത്തെ ഒരു മഴ പെയ്യാണ്. ആ മഴ ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് അതേ റൺ ഓഫ് ഉണ്ടാക്കും, അതേ വോളിയം ഓഫ് വാട്ടർ താഴ്ത്തും. അപ്പോൾ എന്ത് പറ്റും, നമ്മളുടെ ഡ്രെയിൻ ഔട്ട് സ്പേസുകൾക്ക് അത് ക്യാരി ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കാനകളോ അല്ലെങ്കിൽ നമ്മളുടെ വെള്ളമൊഴുകി പോകാനായിട്ടുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റീസിനോ ഇത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്പർ ഇപ്പം ഒരു സിനിമാ തിയേറ്ററിൽ ഒരു എന്താ പറയുക, ഒരു പുതിയ റിലീസിൻ്റെ ദിവസം ഒരു വലിയ ജനസമൂഹം വന്ന് കയറുകയും അതിനകത്തേക്ക് കയറാനായിട്ട് ചെറിയ വാതിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഇടി വരില്ലേ, അവർ തിരക്കില്ലേ എന്ന് പറയുന്ന പോലെ അവർ സ്പ്രെഡ് ഔട്ട് ആവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള ടെക്നോളജിയും അതിനനുസരിച്ച് സൗകര്യവും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം 3700 കോടി രൂപയിലധികം വന്നിട്ടുള്ള പുതിയൊരു പ്രോജക്റ്റ് ഈ കനാൽ റിജുവിനേഷൻ എന്ന് പറഞ്ഞിട്ട് കനാലിനെ നവീകരിച്ച് പുതിയൊരു രീതിയിലോട്ട് മാറ്റുക എന്നുള്ളതാണല്ലോ അതെ ഉദ്ദേശം. അതെ അതെ. അതെങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം വർക്ക് ആകുക? അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ഒരു അതിന് ഞാൻ പറഞ്ഞ എൻ്റെ തിയറട്ടിക്കൽ പാർട്ട് 100% പെർഫെക്റ്റ് ആണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിനകത്ത് അത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ട ഘടകം. പിന്നെ ഇത് പരിശോധിക്കപ്പെടുന്ന എപ്പോഴാണ്? ഒരടുത്തൊരു ഒരു മഴ മഴ പെയ്യും. പെയ്യുമ്പോൾ പരിശോധിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മഴ പെയ്ച്ചു നോക്കാൻ പറ്റില്ലല്ലോ, ഒരു ടെസ്റ്റ് റണ്ണും നടത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെറ്റ് us hope for the best. നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന നോക്കിയായിരിക്കാം. ഇപ്പം കൊച്ചിയിൽ ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട്. AI ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത ഒരു ടൗൺഷിപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കൊച്ചിയെ ഒരു ഫ്യൂച്ചർ റെഡിയാക്കി എങ്ങനെ ഒരു സസ്റ്റൈനബിൾ സിറ്റി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു? അതായത് ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഏത് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയാലേ പറ്റുള്ളൂ. കാരണം സസ്റ്റൈനബിൾ അല്ലാത്തൊരു ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെള്ളം പ്രിസർവ് ചെയ്യണം, നിങ്ങൾക്ക് ഗ്രീൻ എൻവയോൺമെൻറ്റ് വേണം, നിങ്ങൾക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാത്ത കുറവുള്ള അന്തരീക്ഷം ഉണ്ടാവണം, ശ്വസിക്കാൻ നല്ല വായു ഉണ്ടാവണം, നല്ല കുടിക്കാൻ നല്ല വെള്ളം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളില്ലേ. ഈ കാര്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല ഈ മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചകമുണ്ട്, ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും നീഡുകളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ ഗ്രീഡിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള സൗകര്യം എന്ന് പറഞ്ഞാണ്. ആക്ച്വലി അത് തന്നെയാണ് സത്യം. അപ്പോൾ ഈ അർബനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിക്കൊണ്ട് അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വില്ലേജിലും എൻ്റെ നാട്ടുമ്പുറത്തുള്ള വീടിൻ്റെ മുമ്പിലും ഫ്ലാറ്റ് വരുന്നതാണ് വികസനം എന്ന് നമ്മൾ വിശ്വസിച്ച് പോയി. അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത്. അപ്പോൾ കേരളത്തിന് പറ്റിപ്പോയ ഒരേ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ കേരളം വിചാരിച്ച് കേരളത്തിലെ എല്ലാ കൃഷിയിടങ്ങളും നികത്തി അവിടെ എല്ലാം വീട് വെച്ച് കഴിഞ്ഞാൽ വികസനമെന്ന് വിചാരിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കിട്ടാവുന്ന പാടങ്ങളൊക്കെ നികത്തി അവിടെയൊക്കെ വീട് വയ്ക്കാൻ തുടങ്ങി. അവിടെയൊക്കെ നമ്മൾ കൃഷി ചെയ്യാണ്ടായി പോയി. നമ്മൾ എന്ത് ചെയ്തു, അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തുള്ള സ്റ്റേറ്റുകൾ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് പാല് വേണമെങ്കിൽ പുറത്തു വന്നം, നമുക്ക് എഗ്ഗ് വേണമെങ്കിൽ പുറത്തു വന്നം, മീറ്റ് വേണമെങ്കിൽ പുറത്തു വന്നം, പച്ചക്കറി വേണമെങ്കിൽ പുറത്തു വന്നം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മളതിന് പേരിട്ട് അർബനൈസേഷൻ ഉണ്ട്. ഇത് തെറ്റാണത്. ഇതല്ല അർബനൈസേഷൻ. അർബനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള അർബൻ ഏരിയാസ് ഡെവലപ്പ് ചെയ്യുക. ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്ന പോലുള്ള ഇപ്പം ദുബായ് ടൗൺ അല്ലെങ്കിൽ ബോംബെ ഹൃദയഭാഗം എന്ന് പറയുന്ന പോലത്തെ നഗരങ്ങൾ നമുക്ക് ആവശ്യമാണ്. അവിടെ ഈ പറഞ്ഞ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും വേണം. അവിടെ മെട്രോ വേണം, അവിടെ റെയിൽവേ സ്റ്റേഷൻ വേണം, അവിടെ എയർപോർട്ട് വേണം, അവിടെ നല്ല ഹോസ്പിറ്റൽസ് വേണം. അതൊരു ഒരു അർബൻ ഹ്യൂമൻ മനുഷ്യർ വന്ന് കൂടുന്നൊരു ആവാസ വ്യവസ്ഥയായിട്ട് ഇത് മാറണം. പക്ഷേ അതിനെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ യു നീഡ് ആൻ എക്കോസിസ്റ്റം. എന്ത് എക്കോസിസ്റ്റം വേണ്ടത്? നിങ്ങൾക്ക് നല്ല പച്ചക്കറികൾ വേണം, നല്ല ധാന്യങ്ങൾ വേണം, നല്ല പാല് കിട്ടണം, നല്ല വെള്ളം കിട്ടണം. അതെവിടെ ഉണ്ടാവും? അത് ഈ അർബനായിട്ടുള്ള ഏരിയയുടെ ചുറ്റുവട്ടമാണ് അതിനെ പ്രദാനം ചെയ്യേണ്ടത്. അതാണ് ശരിക്കും ശക്തമായിട്ടുള്ള വില്ലേജ് ഏരിയാസും വേർ യു ഗെറ്റ് ഓൾ ദ ഹ്യൂമൻ റിക്വയർമെൻറ്റ്സ്. നമുക്ക് മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന ശക്തമായിട്ടുള്ള വില്ലേജ് ഏരിയാസും ഒപ്പം തന്നെ എല്ലാ രീതിയിലുള്ള ബിസിനസ്സും ട്രേഡും സൗകര്യങ്ങളും ഫെസിലിറ്റീസും 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ബാക്കി എൻ്റർടൈൻമെൻറ്റ് സൗകര്യങ്ങളും എല്ലാമുള്ള ടൗൺ ഏരിയാസും വരണം. ഇതാണ് ശരിക്കുള്ള അർബനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അർബനൈസേഷനിലേക്ക് ഒരു മാറ്റം നമുക്ക് ആവശ്യം. ഇതൊരു ചേഞ്ചാണ്. ഇത് ഇങ്ങനെയല്ല അർബനൈസേഷൻ എന്നാണ് നമ്മൾ ധരിച്ചത്. നമ്മൾ വിചാരിച്ചത് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹൈ ഡെൻസിറ്റി ആയിട്ടുള്ള ടൗണുകൾ ഉണ്ടാവുകയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം പുറത്തുണ്ടാവുകയും ചെയ്യുന്നതാണ് ശരിക്കുള്ള അർബനൈസേഷൻ. അപ്പോൾ അത്തരം ഒരു അർബനൈസേഷൻ നമുക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിക്കൊക്കെ ഇനിയും വലിയ 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 അപ്പോൾ ഒരു വലിയ അഡ്വാൻറ്റേജ് ഗവൺമെൻറ്റുണ്ട്. കാരണം ഗവൺമെൻറ് ആ അർബനൈസ്ഡ് ആയിട്ടുള്ള ആ ഏരിയയ്ക്കാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്താൽ മതി.
ഇപ്പോൾ നമുക്കൊരു ഒരു 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 കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പക്ഷേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചെയ്യേണ്ടി വരും. മറിച്ച് ഒരു ടൗൺ ഏരിയ മാത്രമാണെന്ന് വിചാരിക്കുക, ഒരു 50 കിലോമീറ്റർ ബൈ 50 കിലോമീറ്ററിൻ്റെ ഒരു ടൗൺ സെൻറ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ഒരു സെൻട്രൽ ബിസിനസ് ഹബ്ബ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയെന്ന് ചോദിക്കുക. അവിടെ ചിലപ്പോൾ 100 കെട്ടിടങ്ങളുണ്ടാവും, അവിടെ ചിലപ്പോൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടി, അതിനുള്ളിൽ ചിലപ്പോൾ മെട്രോ റെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അവിടെ ചിലപ്പോൾ വലിയ രീതിയിലുള്ള ബിസിനസ് രാവും പകലും തുറന്നു വയ്ക്കുന്ന റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായേക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതൊരു അർബൻ ബിസിനസ് സെൻ്ററായിട്ട് വരികയും അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു എക്കോ സിസ്റ്റം പുറത്തുണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിക്കുള്ള ഒരു ഡെവലപ്മെൻറ്റ്. ആ ഡെവലപ്മെൻറ്റിലേക്ക് കേരളം വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ല സിറ്റി കൊച്ചിയാണ്. ഇതിനെപ്പറ്റി വേറൊരു സ്ഥലത്ത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നമുക്ക് തിരുവനന്തപുരത്ത് ആലോചിക്കാൻ പറ്റില്ല, കൊല്ലത്ത് ആലോചിക്കാൻ പറ്റില്ല, കോട്ടയത്ത് ആലോചിക്കാൻ പറ്റില്ല, ഒരു സ്ഥലത്തും ആലോചിക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനൊരു സംവിധാനം, അതായത് ലോകത്തെല്ലായിടത്തുള്ള ഒരു അർബനൈസേഷൻ മോഡൽ ഇന്ത്യയിലും ഉണ്ടാവുകയും കേരളത്തിലുണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള റെഡി ആയിട്ടുള്ള സിറ്റി, ഫ്യൂച്ചർ റെഡി സിറ്റി എന്ന് പറയുന്നത് കൊച്ചിയായിരിക്കും. അപ്പോൾ ഈ അർബനൈസേഷൻ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യമാണ്, ഒരു പ്രധാന പ്രശ്നം കൂടെയാണ്. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം പോലുള്ള സ്ഥലം നോക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം അവിടെ പൊതുവേ ഇല്ല എന്നുള്ളതാണ്. ഇവിടെ ബ്രഹ്മപുരം വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അവിടെ തീ പിടിക്കും, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അതിനുശേഷം BPCL പുതിയൊരു രീതിയിൽ മാറ്റം വരുത്താനായിട്ട് കൊണ്ടുവന്ന് അതൊരു ഫ്യൂവലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ വന്നു. അപ്പം ഇപ്പോഴത്തെ രീതിയിൽ ഇതെങ്ങനെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? ഇതിനെങ്ങനെ മാനേജ് ചെയ്യാനാണ് നമ്മുടെ സിസ്റ്റം റെഡി ആയിരിക്കുന്നത്? അല്ല, ഇതൊരു പുതിയ ടെക്നോളജി ഒന്നും അല്ലല്ലോ. നമ്മളിപ്പോൾ നാളെ ഇവിടെ നിന്ന് നമ്മൾ മൂന്നിരുന്ന് തീരുമാനിക്കുകയാണ് നമുക്ക് നാളെ ചൊവ്വയിലേക്ക് പോവാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ദെൻ ദർ ഇസ് എ പ്രോബ്ലം. കാരണം വി ഡോണ്ട് നോ ഹൗ ടു ഗോ ടു ചൊവ്വ, അല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് ആലോചിക്കേണ്ടി വരും, ഒരുപാട് ഇന്നോവേഷൻസ് നടത്തേണ്ടി വരും, ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടി വരും, അല്ലേ? ഒരുപാട് പഠനം നടത്തേണ്ടി വരും. ഇത് ലോകത്തുള്ള 1000 നഗരങ്ങളിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഭംഗിയായിട്ട് നടക്കണല്ലേ. എത്രയോ നഗരങ്ങൾ നമ്മൾ പോകുന്നു, എത്രയോ രാജ്യങ്ങളിൽ നമ്മൾ പോകുന്നു, അവിടെയൊക്കെ എന്ത് വൃത്തിയായിട്ട് ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല, നമ്മൾ പുതുതായിട്ട് ഒന്നും ഇൻവെൻറ്റ് ചെയ്യണ്ട. ലോകത്തുള്ള ശരിയായിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മളുടെ ഇവിടേക്ക് കൊണ്ടുവരിക, നമ്മളുടെ വേസ്റ്റുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുക. മേ ബി ഇപ്പോൾ ആരോ ഒരിക്കൽ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു, ലോകത്തൊരു സ്ഥലത്തും മലയാളി പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും വെറ്റ് വേസ്റ്റ് ഉണ്ടാവില്ല, നമ്മുടെ ഫുഡ് മുഴുവൻ വെറ്റ് വേസ്റ്റാണ്, ബാക്കിയുള്ളതെല്ലാം ഡ്രൈ വേസ്റ്റാണ്. ഓക്കെ, മേ ബി അതൊരു ഒരു 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 ഫൈൻഡിങ് ആയിരിക്കാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം വെറ്റ് വേസ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് ഇവിടെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. ഇപ്പം നമ്മുടെയൊക്കെ പ്രോജക്റ്റുകളിൽ അസറ്റോംസിൻ്റെ ഒരു പ്രോജക്റ്റിൽ നിന്നും ഒരു ഓർഗാനിക് വേസ്റ്റും കോമ്പൗണ്ട് വാളിന് പുറത്തേക്ക് പോകുന്നില്ല, ഒരു ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു ലോക്കൽ ബോഡി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരാളും വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നില്ല ഞങ്ങളുടെ നിന്ന്. ഞങ്ങളുടെ മാത്രമല്ല പല പ്രമുഖ ബിൽഡർമാരുടെ പ്രോജക്റ്റുകളിലും വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെയാണ്, ഉറവിടത്ത് തന്നെയാണ് വേസ്റ്റ് സംസ്കരിക്കുന്നത്. നമ്മളുടെ പ്രോജക്റ്റിനകത്ത് തന്നെ ഓർഗാനിക് വേസ്റ്റിനെ വളമായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആ വളം ഉപയോഗിക്കാനുള്ള ലാൻഡ്സ്കേപ്പ് ഏരിയാസ് നമ്മുടെ പ്രോജക്റ്റുകളിലുണ്ട്. നോൺ കൺവേർട്ടബിൾ ആയിട്ടുള്ള ഈ ഓർഗാനിക് അല്ലാതെ നോൺ ഓർഗാനിക് ആയിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളെ പെല്ലറ്റാക്കി മാറ്റാനുള്ള സംവിധാനമുണ്ട് കൊച്ചിയിൽ. ഇവിടെ നമ്മൾ 5 ടൈപ്പ് വേസ്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതായത് കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ, അതായത് കുറേയധികം ആൾക്കാർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റ് അതാണ്. പലതായിട്ട് സ്റ്റാഗേർഡായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. വേറെ കുറേയധികം ഫാമിലികൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലങ്ങൾ എവിടെയുണ്ടോ അവിടെ ഇത് മാനേജ് ചെയ്യാൻ പോകണം. കൊച്ചിയിൽ ഇപ്പോൾ ഞങ്ങളൊരു ചെറിയ ബിൽഡറല്ലേ, അസറ്റോംസിൻ്റെ പ്രോജക്റ്റുകൾ നിങ്ങൾ നോക്കിക്കോളൂ. ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്ത പ്രോജക്റ്റുകളിൽ നിന്നും ഒരു സ്ഥലത്ത് നിന്നും വേസ്റ്റ് പുറത്തേക്ക് പോകുന്നില്ല. ആ ഉറവിടത്തിൽ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെ 5 കാറ്റഗറിയുടെ വേസ്റ്റ് നമ്മൾ മാറ്റുന്നുണ്ട്. 5 കാറ്റഗറി, അതായത് വളമാക്കി മാറ്റാവുന്ന ഓർഗാനിക് വേസ്റ്റുകൾ, വളമാക്കി മാറ്റാൻ പറ്റുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, അതിനെയാണ് നമ്മൾ ഈ നോൺ ഓർഗാനിക് കാറ്റഗറിയിലെ പെല്ലറ്റാക്കി മാറ്റിയിട്ട് ടാറിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടി ഈ പറഞ്ഞ BPCL സഹകരിച്ച് ചെയ്യുന്നത്. 3ാമത്തെ കാറ്റഗറി മെഡിക്കൽ വേസ്റ്റാണ്. എല്ലാവർക്കും അസുഖങ്ങളും രോഗങ്ങളും ഉണ്ട്. ഈ മരുന്നിൻ്റെ കവറുകൾ, സിറിഞ്ചുകൾ, അല്ലെങ്കിൽ അത്തരം മെഡിക്കൽ നീഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് IMA ആയിട്ട് സഹകരിച്ച് പാലക്കാടുള്ള ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊടുത്തു വിടുകയാണ്. അപ്പോൾ നമ്മളതിന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്, സെഗ്രഗേറ്റ് ചെയ്യാനായിട്ട് ഒരു വീട്ടിൽ നമ്മൾ 5 ബോക്സ് കൊടുക്കുന്നുണ്ട്. അതൊരു കൾച്ചറല്ലേ. അതായത് നമ്മളുടെ വീടിനകത്തുണ്ടാകുന്ന വേസ്റ്റ് ഓർഗാനിക് ഇന്ന പെട്ടിയിൽ, നോൺ ഓർഗാനിക് ഇന്ന ബോക്സിൽ, മെഡിക്കൽ വേസ്റ്റ് ഇന്ന ബോക്സിൽ, കത്തിച്ച് കളയേണ്ട വേസ്റ്റ് ഉണ്ട്. ഇനി ഇൻസിനറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ എല്ലാ പ്രോജക്റ്റിലും ഇൻസിനറേറ്റർ ഉണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് പോകുന്നില്ല. ആ 5 കാറ്റഗറി വേസ്റ്റും മാനേജ് ചെയ്യപ്പെടുന്ന സംവിധാനങ്ങളുള്ള ഫ്ലാറ്റുകളും റെസിഡൻഷ്യൽ സമുച്ചയങ്ങളും കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളും കൊച്ചിയിലുണ്ട്.
സിമിലർലി വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ നമ്മുടെ നഗരങ്ങളിലെ റോഡുകൾ ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 കൊല്ലം മുമ്പ് എപ്രകാരമായിരുന്നു, അപ്രകാരമല്ല ഇപ്പോഴത്തെ റോഡുകൾ വളരെ നീറ്റാണ്. കാരണം രാത്രി നിങ്ങൾ യാത്ര ചെയ്താൽ കാണാം ഈ വേസ്റ്റൊക്കെ കൃത്യമായിട്ട് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരമൊരു ഒരു ഒരു സംവിധാനം നിലനിൽക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് നഗരങ്ങളാണ് കൊച്ചി. കാരണം കൊച്ചിയുടെ അത്രയും പോപ്പുലേഷനുള്ള നഗരത്തിൽ ഇത്രയും കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് തന്നെയാണ്. നമ്മളുടെ പോലത്തെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് അതിനെ നമ്മൾ മറ്റേ ന്യൂയോർക്കായിട്ടോ ദുബായിട്ടൊന്നും കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇവിടെ നമ്മുടേതായിട്ട് ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറും റിസോഴ്സിനും വെച്ചിട്ടാണ് നമ്മളിതിനെ മാനേജ് ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ പ്രോബ്ലം. അതൊക്കെ മാനേജ് ചെയ്യപ്പെടാനുള്ള സൗകര്യങ്ങളുണ്ട്. അതിനുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രം ഉണ്ടായാൽ മതി. പണ്ട് കാലത്ത് ഇപ്പോൾ കൊച്ചി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സ്മെല്ലാണ് കൊതുക് എന്ന് പറഞ്ഞിട്ട് കൊച്ചി എത്തി എന്ന് പറയുന്ന സിനിമ ഡയലോഗ് വരെയൊക്കെ ഉണ്ട്. അതിനൊക്കെ പോസിറ്റീവായിട്ട് തന്നെ ഉണ്ടാവും മതി. അന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഇല്ലാണ്ടായത്. അന്ന് അങ്ങനെ ആരും പറയാനില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ചൻ നമ്പ്യാരെ പറയുമ്പോൾ കുഞ്ചൻ നമ്പ്യാർ കളിയാക്കിയതുകൊണ്ടല്ലേ പലതിലും മാറ്റം വന്നു. ശരിയാണ്. അപ്പം അങ്ങനെ മാറ്റം അത് നമ്മളതിനൊരു നമ്മുടെ ഒരു ജീവിത സാഹചര്യമായിട്ട് കണക്ട് ചെയ്തിട്ട് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനെ പല പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ചില ആൾക്കാർ സമരം ചെയ്യും, ചില ആൾക്കാർ തമാശയായിട്ട് പറയും. വാട്ട് എവർ ഇറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി അത് റിസൾട്ട് കൊണ്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. നമ്മൾ ഇന്ത്യ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 100% സാക്ഷരതയുള്ളത് കേരളത്തിലാണ്. അതിൽ ഈ കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ മാത്രം ഒരു വലിയൊരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ് കൊച്ചി. നമ്മുടെ മഹാരാജാസ് കോളേജ്, സേക്രഡ് ഹാർട്ട് കോളേജ്, സെൻറ്റ് തെരേസാസ്. എറണാകുളം ജില്ലയിൽ മാത്രം നോക്കുകയാണെങ്കിൽ MG യൂണിവേഴ്സിറ്റിയുടെ അടിയിൽ വരുന്ന ഏകദേശം 40-ലധികം ഡിഗ്രി കോളേജുകളുണ്ട്. അതുപോലെ തന്നെ 30-ലധികം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഒരു ടാലൻറ്റ് പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് നമുക്ക് കൊച്ചിയെ കൺസിഡർ ചെയ്യാം. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ ജെയിൻ യൂണിവേഴ്സിറ്റി, അമിറ്റി അല്ലെങ്കിൽ സിംബയോസിസ് ഇതുപോലുള്ള വലിയ വലിയ ബ്രാൻഡുകൾ ഇവിടെ വലിയൊരു എക്സ്പാൻഷൻ നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ എക്സ്പാൻഷൻ അവർ ഇങ്ങനത്തെ ഉള്ള എഡ്യൂക്കേഷനിൽ വരുന്ന മാറ്റങ്ങൾ കൊച്ചിയെ ഒരു ഹയർ എഡ്യൂക്കേഷണൽ ലാൻഡ്സ്കേപ്പ് അതെങ്ങനെയാണ് കൊച്ചിയെ ബെറ്റർ ആക്കും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ IT കമ്പനികൾ എന്തുകൊണ്ട് കൊച്ചിയിലേക്ക് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി അതിനകത്ത് ടാലൻറ്റ് അവൈലബിലിറ്റി വലിയ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഈ ഹയർ ലെവൽ എഡ്യൂക്കേഷൻ ഇതൊക്കെ മാറ്റി വയ്ക്കുക. ഒരു ഇൻ്റർനാഷണൽ നഴ്സറി സ്കൂളിൽ കേരളത്തിൽ എവിടെയുണ്ട്? കൊച്ചിയിലുണ്ടാവുള്ളൂ. അതായത് നിങ്ങളുടെ കുട്ടി ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള അതുപോലത്തെ ഒരു ട്രെയിനിങ് കിട്ടുന്ന ഒരു നഴ്സറി സ്കൂളിലാക്കണമെങ്കിൽ അത് കൊച്ചിയിലുണ്ടാവുള്ളൂ. റൈറ്റ് ഫ്രം സ്കൂളിങ്, അതായത് LKG ആണെങ്കിലും UKG ആണെങ്കിലും അത് ഏത് സിലബസ് ആണെങ്കിലും CBSE സ്റ്റേറ്റൊക്കെ മാറ്റി വയ്ക്കുക. നമുക്ക് ഇൻ്റർനാഷണൽ ഏത് സിലബസിൽ നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കണം അതിനുള്ള ഫെസിലിറ്റീസ് ഉള്ളത് കൊച്ചി തന്നെയാണ്. അപ്പോൾ കൊച്ചി എന്ന് പറയുന്നതിൻ്റെ അനന്ത സാധ്യതകളാണ്. കാരണം ഈ ശരിക്കൊരു കേരളത്തിനെ മൊത്തം വളർത്താനായിട്ട്, കേരളത്തിനെ മൊത്തം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ കൊച്ചിയുടെ ഒരു മൾട്ടി ഫോക്കസ്ഡ് ആയിട്ടുള്ള സിറ്റിയാണ് കൊച്ചി. ഇപ്പോൾ തിരുവനന്തപുരം നമ്മൾ പറയും വിഴിഞ്ഞം വന്നതോടുകൂടി എന്ന് നമ്മൾ പറയുന്നുണ്ട്. എപ്പോഴും പറയുന്നൊരു പ്രയോഗം വിഴിഞ്ഞം വന്നതോടുകൂടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബാക്കിയൊന്നും അവിടെ ഇല്ലായിരുന്നതിനൊരു അർത്ഥം കൂടിയുണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് കുറ്റം പറഞ്ഞൊന്നുമല്ല. തിരുവനന്തപുരത്തും എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രധാന രീതിയാണ് വിഴിഞ്ഞം വന്നതോടുകൂടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൊച്ചിയിൽ അങ്ങനെയല്ല. കൊച്ചിയിൽ നമുക്ക് പോർട്ട് മുതൽ എഡ്യൂക്കേഷൻ മുതൽ ഹെൽത്ത് കെയർ മുതൽ IT മുതൽ AI മുതൽ നിങ്ങൾക്ക് എവിടെ വേണം, ഏത് സെഗ്മെൻറ്റ് വേണോ ആ സെഗ്മെൻറ്റിൽ നമുക്ക് ആൻസറുണ്ട്. അപ്പോൾ ഈ റൈറ്റ് ഫ്രം നഴ്സറി സ്കൂൾ മുതൽ ഏറ്റവും ഹയർ എൻഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വരെയുള്ള സൗകര്യങ്ങൾ കൊച്ചിയിലുണ്ട്. അതിനേക്കാട്ടിലൊക്കെ ഉപരിയായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് ഇന്ന് കേരളത്തിൽ എവിടെയെങ്കിലും നടക്കേണ്ടത് കൊച്ചിയിൽ മാത്രമാണ്. ഇനി ഇതിനൊക്കെ പുറത്തൊരു രസകരമായിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം തേടിയിട്ട് കേരളത്തിൽ പുറത്തേക്ക് പോകുന്നു കൊച്ചി വന്നിട്ടാണ്. അപ്പോൾ അതിനുള്ള സൗകര്യം കൊച്ചിയിലുണ്ട്. അപ്പോൾ കൊച്ചി ഞാൻ നേരത്തെ പറയും ഇതെല്ലാം വേണമെന്നേ. കൊച്ചി പുറത്തു പോയി പഠിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നമുക്കിവിടെ ഇല്ലാത്തൊരു പഠന സൗകര്യം പുറത്തൊരു രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യത്ത് പോയി പഠിക്കാനായിട്ട് കുട്ടികൾ പോയേക്കാം. കാരണം അത് അയാളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ചോയ്സും അത് നമ്മുടെ സമൂഹത്തിന് നീഡുമാണ്. അപ്പോൾ അത് നടപ്പിലാക്കാനായിട്ട് ഇപ്പോൾ എവിടെ പോവും? എറണാകുളത്ത് തന്നെ ഏറ്റവും നല്ല ഔട്ട്സൈഡ് ഇന്ത്യ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി കൊച്ചിയിലുള്ളത്. അപ്പോൾ കൊച്ചി എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിലെ ആദ്യത്തെ 21 വർഷക്കാലം അയാൾക്ക് ആവശ്യമുള്ള പരമപ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ അയാളുടെ കരിയർ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സംവിധാനം ഇതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാലക്കാട്ടിൽ നിന്നുകൊണ്ട് കാര്യമില്ല, കാസർഗോഡ് നിന്നിട്ട് കാര്യമില്ല, ഇടുക്കിയിൽ നിന്നിട്ട് കാര്യമില്ല, തൃശ്ശൂർ നിന്നിട്ടും കാര്യമില്ല. യു ഹാവ് ടു കം ടു കൊച്ചി. അപ്പോൾ കൊച്ചി എന്ന് പറയുന്നത് കൊച്ചി കേരളത്തിലെ മറ്റ് ഡിസ്ട്രിക്റ്റുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ കൊച്ചി അതിന് കുറച്ച് മുകളിൽ തന്നെയാണ്. സംശയം കാര്യത്തിനതില്ല. അത് ബിസിനസ് പരമായിട്ടും വാണിജ്യപരമായിട്ടും ഇനി ഈവൻ കൾച്ചറലി
കൊച്ചി കുറച്ച് ഉയർച്ച. ഈ കൾച്ചർ എന്ന് പറയുന്നത് 1021 വർഷത്തെ പഠനത്തിൽ നിന്ന് വരുന്നൊരു സംഭവമാണ്. യെസ്. നമ്മുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള നമ്മൾ തൃശ്ശൂരിനെ വിളിക്കുന്നുണ്ടെങ്കിൽ അതതിൻ്റെ ട്രഡീഷണൽ പിൻബലമുള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? വേറെ ഇഫ് യു ലുക്ക് അറ്റ് വെൽ കൾച്ചേർഡ് ആയിട്ടുള്ള കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്ത് നല്ല മിടുക്കന്മാരായിട്ട് കൊണ്ടുവരുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം എന്ന് പറഞ്ഞാൽ അത് കൊച്ചി തന്നെയായിരിക്കും. സംശയമൊന്നും കരുതുന്നില്ല. കാരണം അതിപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞൊരു 20 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെയോ റിസൾട്ടുകളിലേക്ക് നിങ്ങൾക്ക് പോയാൽ മതിയോ? ഒറ്റയ്ക്കും തിരിച്ചുള്ള ടാലൻറ്റുകളോ ഒന്നാറായും കിട്ടുന്നതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഓവറോൾ നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ കൊച്ചിയിലെ ഏത് വീടുകളിലായിരിക്കും കുട്ടികൾ പഠിക്കാത്ത കുട്ടികളുണ്ടാവുന്ന വീടുകളുണ്ടാവുക? വളരെ റെയറായിട്ടുണ്ടാവുള്ളൂ. കാരണം ഇവിടെ എഡ്യൂക്കേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഏൺ ചെയ്യുന്ന പേരൻസ് ഉണ്ട്, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കറക്റ്റ് അല്ലേ? അതുകൊണ്ട് കൊച്ചി എഡ്യൂക്കേഷൻ ഒരു ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് എത്രത്തോളം കൊച്ചിയിൽ വന്നാലും അതിനെ കാറ്റർ ചെയ്യാനുള്ള ഒരു സൗകര്യവും അതിനെ കാറ്റർ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊച്ചിയിൽ അവൈലബിൾ ആണ്. ഇപ്പം മറ്റ് നഗരങ്ങൾ നോക്കുമ്പോൾ ഈ ജോലി സാധ്യതകൾ ഇപ്പം IT സെക്ടർ മാത്രമല്ല, ബാക്കി ഒരുപാട് സെക്ടേഴ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ അത് നോക്കുമ്പോൾ ഈ ജോലി സാധ്യതകൾ ഏറ്റവും കൂടുതൽ കൊച്ചിയിൽ തന്നെയാണ്. ഇൻഡസ്ട്രിയൽ ഏരിയാസ് കൂടുതൽ വരുന്നത് കൊച്ചിയിലാണ്. ഒരുപാട് മാനുഫാക്ചറിങ് നടക്കുന്നത് കൊച്ചിയിലാണ്. ട്രിവാൻഡ്രം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൂടുതലും ഒരു ഗവൺമെൻറ് സെക്ടറിലായിരിക്കും കൂടുതൽ ആൾക്കാരുണ്ടാവുക, ഒരു ഗവൺമെൻറ് ജോലികൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾച്ചറാണ് അവിടെ ഉള്ളത്. ഇതെന്താ അറിയോ, നമ്മളിപ്പോൾ കുറച്ചാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ പൊതുവേ ഒരു വീടുകളിലുള്ളൊരു സംസാരം അവൻ എവിടെയെങ്കിലും പോയി നന്നാവട്ടെ എന്നാ പറയുക. അതിൻ്റെ അർത്ഥം ഇവിടെ എന്തോ വലിയ കുഴപ്പമുണ്ട്, ഇവിടെ ഒന്നും ശരിയാവില്ല. അങ്ങനെ പറഞ്ഞാണ് പണ്ട് മലയാളി ശ്രീലങ്കയിൽ പോയതും സിംഗപ്പൂർ പോയതും മലേഷ്യയിൽ പോയതും ദുബായിൽ പോയതും ഗൾഫുകളിലൊക്കെ. മനസ്സിലായില്ലേ? കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ യൂറോപ്പിൽ പോയതും അമേരിക്കയ്ക്ക് പോയതൊക്കെ അവൻ എവിടെയെങ്കിലും പോയി നന്നാവാൻ വേണ്ടി പോയതാണ്. അത് ശരിയാണോ തെറ്റാണോ ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം വെച്ചാൽ അതിന് ശരിയും തെറ്റുമൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇന്ത്യയുടെ അകത്ത് തന്നെ പണ്ട് കേരളത്തിൽ പറഞ്ഞിരുന്നൊരു കാര്യം ബോംബെക്ക് പോകാമെന്നായിരുന്നു. അതെ. കാരണം ബോംബെയിൽ പോയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ബോംബെയിൽ ജോലി കിട്ടും, ബോംബെയിൽ ഒരു ഫെസിലിറ്റി ഉണ്ട്, ഒരു സൗകര്യമുണ്ട്, ബോംബെ വളർന്നു വരുന്ന നഗരമാണ് എന്നറിയാം. ഇന്ന് കേരളത്തിൽ നിങ്ങൾ പോയിട്ട് കേരളത്തിലെ ഗ്രാമപ്രദേശത്ത്, തിരുവനന്തപുരത്തെ ഗ്രാമപ്രദേശത്താണെങ്കിലോ പാലക്കാടാണെങ്കിലോ തൃശ്ശൂരാണെങ്കിലോ ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് കുട്ടികളോട് ചോദിച്ചാൽ അവരെ ആസ്പയർ ചെയ്യുന്ന, അവർക്ക് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്ന, അവർക്ക് വിശ്വാസമുള്ള, കോൺഫിഡൻസ് ഉള്ള, അവർ വന്നാൽ അവർക്കൊരു തൊഴിൽ കിട്ടും, അവർക്ക് ജീവിക്കാൻ പറ്റും, അവർക്ക് ജീവിതം കരുപ്പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു നഗരം ഏതാണ് നിങ്ങളുടെ ചോയ്സ് പറഞ്ഞാൽ ഒരു കൊച്ചി എന്നേ പറയുള്ളൂ. കാരണം അതൊരു വലിയ കോൺഫിഡൻസ് ആണ്, അതൊരു ബ്രാൻഡല്ലേ. കൊച്ചി എന്ന് പറയുന്നതൊരു വലിയ ബ്രാൻഡാണ്. അതായത് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു നഗരമാണ് കൊച്ചി. നിങ്ങൾ കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി കിട്ടും, നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ഭാവി സുരക്ഷിതമാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് പറ്റിയ എൻ്റർടൈൻമെൻറ്റുകൾ അവിടെയുണ്ട്, നിങ്ങൾക്ക് പറ്റിയ ഹ്യൂമൻ ലൈഫ് സ്റ്റൈൽ ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം കൊടുക്കുന്നൊരു ബ്രാൻഡാണ് കൊച്ചി. അപ്പോൾ കൊച്ചിയുടെ വില ഒരു കാലത്തും വേറൊരു സ്ഥലം ഡെവലപ്പ് ചെയ്തുകൊണ്ടോ വേറൊരു സ്ഥലത്ത് കുറച്ച് ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടോ, ഇപ്പോൾ നാളെ പറയണ IIM ഇവിടെ വന്നു, എന്താ പറയുക, കാലിക്കറ്റിൽ വന്നു, അല്ലെങ്കിൽ എയിംസ് തൃശ്ശൂർ വന്നു എന്നുള്ളതൊന്നും കൊച്ചിയുടെ സാധ്യതകളില്ലാതാവില്ല. കാരണം കൊച്ചി ഓൾറെഡി ഇതെല്ലാം ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ഹെൽത്ത് കെയറിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിയിലെ ഉള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റി കേരളത്തിൽ എവിടെയുണ്ട്? അതെ. ഞാൻ പറഞ്ഞു കൊച്ചിയിലെ എയിംസ് വേണ്ട. കേരളത്തിൽ എയിംസ് വേണ്ട എന്ന് പറയാൻ ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ഡിസ്ട്രിക്റ്റ് കൊച്ചി ആയിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ടെന്നേ. ഞങ്ങൾ എയിംസിനെ വലിയ ഫെസിലിറ്റി ഞങ്ങളുടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ആസ്റ്റർ ഉണ്ട്, മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ട്, കിംസ് ഉണ്ട്, അമൃതയുണ്ട്, എത്രയോ രാജഗിരി ഉണ്ട്, എത്രയോ നല്ല ഹോസ്പിറ്റലുകൾ. മെഡിക്കൽ ഹബ്ബ് കൂടെയാണ്. മെഡിക്കൽ ഹബ്ബ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഹെൽത്ത് കെയർ ട്രീറ്റ്മെന്റിന് പറ്റിയ ഏറ്റവും നല്ല മെഡിക്കൽ ഹബ്ബ് കൊച്ചിയാണ്. ഇവിടെ വന്ന് ചികിത്സ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഈ പറഞ്ഞ ശമ്പളം മേടിക്കുന്ന 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയൊക്കെ ശമ്പളം മേടിക്കുന്ന ഡോക്ടർമാർ കൊച്ചിയിലായതുകൊണ്ടാണ് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത്. അതെ. ചില നല്ല ഹോസ്പിറ്റൽ കൊച്ചിക്ക് പുറത്തുണ്ടാവും. അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ അവിടെ മാനേജ്മെൻറ്റുകളൊക്കെ സംസാരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, അവിടെ ഇത്തരം ഡോക്ടേഴ്സൊന്നും താമസിക്കാൻ പറ്റിയ ഫ്ലാറ്റുകളില്ല, നല്ല വില്ല പ്രോജക്റ്റുകളില്ല, അവർക്ക് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അവർക്ക് സാറ്റർഡേ പുറത്തു പോയിട്ട് ആഹാരം കഴിക്കാൻ പറ്റിയ ഹോട്ടലുകളില്ല. കൊച്ചി ഇതെല്ലാം റെഡിയായി നിൽക്കുകയല്ലേ. കൊച്ചിയിൽ അതാണ്. അപ്പോൾ ഈ പറഞ്ഞ വലിയ ടാലൻ്റ് ആയിട്ടുള്ള, വളരെ ഏണിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരാനും താമസിക്കാനുള്ള ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ കൊച്ചിയിൽ റെഡിയാണ്. കൊച്ചിയിൽ വേറൊരു സംഭവം ഏറ്റവും പ്രോമിനൻ്റ് ഉള്ളത്, ഇവിടുത്തെ മീഡിയ ഭയങ്കര പവർഫുള്ളാണ്. ഏറ്റവും കൂടുതൽ സിനിമാക്കാരുള്ളത് ഇവിടെയാണ്. സിനിമ നടക്കുന്നത് കൂടുതലും ഇവിടുത്തെ. അതെ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം കൊച്ചി വന്ന് സെറ്റിൽ ചെയ്യുന്നത് തന്നെ ഒരു സിനിമാ മോഹം അല്ലെങ്കിൽ ഈ ഒരു മീഡിയയിൽ വളരാൻ വേണ്ടിയാണ് ആക്ച്വലി. അപ്പം കൊച്ചി അതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു? അതിൻ്റെ ഫ്യൂച്ചർ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോംബെക്ക് പോകുന്ന പറഞ്ഞ പോലെ പണ്ട് ഈ സിനിമ മോഹമുള്ള ആൾക്കാരെല്ലാം ചെന്നൈക്ക് വരുന്ന കാലം ഉണ്ടായിരുന്നു. അതൊക്കെ മാറിപ്പോയില്ലേ. കാരണം എന്താ വെച്ചാൽ
പണ്ട് നമ്മൾ പറയുമ്പോൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഒരു വക്കീലാവണം എന്നൊക്കെ പറഞ്ഞതിനൊക്കെ അപ്പുറത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം പുതിയ പുതിയ ജോലികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് മീഡിയ രംഗത്ത് വന്നിരിക്കുന്ന വലിയ വിപ്ലവം, എന്തെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ, എന്തെല്ലാം രീതിയിലുള്ള സാധ്യതകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാധ്യതകളെല്ലാം അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൾച്ചറൽ ഒരു ത്രെഡ് വേണം. അത് ഈ മണ്ണ് അല്ലെങ്കിൽ ഈ സ്ഥലത്തെ ആൾക്കാർ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. അതായത് ഇപ്പോൾ അമേരിക്കക്കാരെന്ന് പറഞ്ഞ ആൾക്കാരില്ലല്ലോ, അമേരിക്കയിൽ പോയ ആൾക്കാരല്ലല്ലോ അവർ, അമേരിക്ക വന്നു കൂടിയ ആൾക്കാരല്ലേ. അതെ. സംതിങ് സിമിലറാണ് കൊച്ചി. ഈ കൊച്ചിക്കാരെന്ന് വളരെ കുറച്ച് പേരുള്ളൂ ഒറിജിനൽ കൊച്ചിക്കാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒറിജിനൽ എറണാകുളത്തായിരുന്നു. ബാക്കിയെല്ലാം ഇവിടെ വന്നു ചേർന്ന ആൾക്കാരാണ്. ഈ വന്നു ചേർന്ന ആൾക്കാരിലുള്ള ഏറ്റവും വലിയ ഇടം, ഈ വന്നു ചേർന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്ന് പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. അവരെല്ലാം സംരംഭകരാണ്, ഒരു വലിയ വലിയ ഗ്രൂപ്പ് സംരംഭകരാണ്. അവർ ഗവൺമെൻറ് ജോലിയായിട്ട് വന്ന ആൾക്കാരല്ല ഇവിടെ. ഗവൺമെൻറ് ജോലിയായിട്ട് വന്നവരുണ്ടായിരിക്കും, അത് മോശം ജോലിയാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഗവൺമെൻറ്റും നല്ലൊരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണമല്ലോ. ഗവൺമെൻറ് എത്രത്തോളം നല്ല ഫെസിലിറ്റേറ്റർ ആവണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം കേരളത്തിൽ കൊച്ചിയിലെ ഓഫീസിൽ പോകണം. നിങ്ങൾ ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. കഴിഞ്ഞ 10 ഡിസ്ട്രിക്റ്റുകളിൽ പ്രോജക്റ്റ് നടക്കുന്ന ആൾക്കാരെയാണ്. 10 ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങൾക്ക് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞാൽ കൊച്ചിക്കൊരു വ്യത്യാസമുണ്ട്. കൊച്ചിയിൽ ഇത്രത്തോളം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയെന്ന് അറിയില്ല. കൊച്ചിയിൽ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ സ്വഭാവമാർ. കാരണം നാടോടുമ്പോൾ നടുവെന്ന് പറയില്ലേ. ഇവിടെ വരുമ്പോൾ ഒരു ബിസിനസ്, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റിവിറ്റി, ഇവിടെ വരുമ്പോൾ ഒരു ഉന്നമനം, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു ഏണിംഗ് ലെവൽ, ഇതൊക്കെ വരുന്ന സമയത്ത് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് മാനസികമായിട്ട് ഇവരും തയ്യാറാവും. അത് നിങ്ങൾക്ക് നിങ്ങളൊരു കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസും തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസും പോയി ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വ്യത്യാസം മനസ്സിലാവും. കൊച്ചിയിലെ താലൂക്ക് ഓഫീസും തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ പാലക്കാട്ടെയോ അല്ലെങ്കിൽ കണ്ണൂരിലോ താലൂക്ക് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഇതേ ആൾ തന്നെയായിരിക്കും അവിടെ പോകുന്നത്. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ ആ കൾച്ചറിൽ ബിഹേവ് ചെയ്യും. അപ്പോൾ കേരളത്തിൽ പണ്ടത്തെ കാലത്ത് എല്ലാം നെഗറ്റീവായിട്ട് ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാത്ത, എല്ലാത്തിനെയും ഒരു നെഗറ്റീവ് കണ്ണോടുകൂടി കണ്ടിരുന്ന, കപടമാണെന്ന് പറഞ്ഞ് കണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു ധാരണയുണ്ട്, അല്ലെങ്കിൽ ഒരു പരിസരം ശരിയുമായിരുന്നു. പക്ഷെ ഇന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ബിസിനസ്സും സംരംഭത്വവും എല്ലാം നാടിന് അവിഭാജ്യമായുള്ള കാര്യങ്ങളാണെന്നും, മുഴുവൻ ആൾക്കാർക്കും ജോലി ചെയ്യാനായിട്ട് ഗവൺമെൻറ് സാധിക്കില്ല എന്നും, 90% ആൾക്കാർക്കും ജോലി കൊടുക്കാനായിട്ട് പ്രൈവറ്റ് സെക്ടറിന് സാധിക്കുകയുള്ളൂ എന്ന് 10% വരുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് പോലും ഇതിനെ ബേസ് ആയതുകൊണ്ട് അതൊരു പിന്തള്ളപ്പെടേണ്ടതല്ല, മറിച്ച് വളരെയധികം സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട സംവിധാനങ്ങളാണ് ആവശ്യമെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള തിരിച്ചറിവ് കൊച്ചിയിൽ പ്രകടമാണ്. കൊച്ചിയിൽ നിങ്ങൾക്കൊരു പ്ലാൻ പാസ്സാക്കാനോ അല്ലെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ടിനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നിങ്ങൾ പോകുമ്പോൾ അതിനെ വളരെ പോസിറ്റിവിറ്റിയോടുകൂടി കാണുന്ന ആൾക്കാരെയാണ് ഞങ്ങളിവിടെ കണ്ടിരിക്കുന്നത്. കമ്പയർഡ് ടു അതർ ഡിസ്ട്രിക്ട്, കൊച്ചി ഈസ് മച്ച് മച്ച് ബെറ്റർ. കാരണം കൊച്ചിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വളരെ ബെറ്ററാണ്. കാരണം ഈ സമൂഹം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആണ് എൻ്റെ കാര്യം. ഇപ്പോൾ നമ്മൾ പറയട്ടെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗവൺമെൻറ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഗവൺമെൻറ് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറയുന്ന പോലെ കൊച്ചിയിലെ സമൂഹം അല്ലെങ്കിൽ കൊച്ചിയിലെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഗവേണൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം അത് പ്രൊവൈഡ് ചെയ്യാനുള്ള അവരുടെ ഉത്തരവാദിത്വം. അപ്പോൾ നമ്മളത് ആഗ്രഹിക്കാത്തൊരു സ്ഥലത്ത് കിട്ടില്ല. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ പുറകെ പോയി. ഈസ് ഓഫ് ഡൂയിങ്, എനിക്ക് തോന്നുന്നു ഓരോ ഡിസ്ട്രിക്റ്റുകളായിട്ട് തിരിച്ച് ഇന്ത്യയിലെ മൊത്തം ഡിസ്ട്രിക്റ്റിലെടുത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഏറ്റവും നല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുള്ള ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചി ആദ്യത്തെ 10 വരും. നമ്മൾ പറയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം എങ്ങൊത്തുന്നില്ല. അത് കേരളമായിട്ട് നോക്കുമ്പോഴാണ് ഈ പ്രശ്നം. ലെറ്റസ് ലുക്ക് അറ്റ് ഒരു പ്ലേസ് ലൈക്ക് കൊച്ചി, എറണാകുളം എടുത്തു നോക്കൂ. എറണാകുളം ഞാൻ എഴുതി വെച്ചുതരാം, ഇന്ത്യയിലെ 10 മികച്ച ഡിസ്ട്രിക്റ്റുകളൊന്നും കൊച്ചിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതൊരു കൾച്ചറാണെന്നേ. ആ കൾച്ചർ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഒരു സമയത്ത് പറഞ്ഞല്ലോ കോവിഡ് വന്നു, പ്രശ്നങ്ങൾ വന്നു, എല്ലാ ഡിസ്ട്രിക്റ്റുകളും എല്ലാ സ്റ്റേറ്റുകളും എല്ലാ രാജ്യങ്ങളും അതിനെ ഫേസ് ചെയ്തു. പക്ഷേ ഓരോ രാജ്യങ്ങളും ഫേസ് ചെയ്ത രീതി വ്യത്യാസമുണ്ട്. പക്ഷേ കൊച്ചി അതിനെ ഫേസ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയാണ്. ഇവിടെ ഗവൺമെൻറ് അല്ലല്ലോ ആക്ട് ചെയ്ത്, ഇവിടെ ആക്ട് ചെയ്ത് ഇവിടുത്തെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളാണ്, ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റിയാണ്, ഇവിടുത്തെ സംരംഭകരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സംരംഭത്വവും ഒരു ഗവേണൻസ് ഉണ്ട്. ഓരോ ഒരു ബിസിനസ് ഹബിനും അതിൻ്റേതായിട്ടുള്ള ഒരു കൾച്ചറുണ്ട്, അതിൻ്റേതായിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. വേറെ മറ്റുള്ള സ്ഥലത്ത് ആൾക്കാർ ഗവൺമെൻറ്റിലേക്ക് നോക്കും, വാട്ട് ഗവൺമെൻറ് ഈസ് ഗോയിങ് ടു ഗിവ്, വാട്ട് ഗവൺമെൻറ് ഈസ് ഗോയിങ് ടു ഡു. അപ്പോൾ ഗവൺമെൻറ് ഇതിൻ്റെ ഒരു ഫെസിലിറ്റി, ഈ സംവിധാനം വളരാനും വികസിക്കാനും നിലനിൽക്കാനും ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റി കൊടുത്താൽ മതി. അത് ചെയ്യാനായിട്ടൊരു ഗവൺമെൻറ് തീരുമാനിച്ചു. അതാണല്ലോ ഫ്യൂച്ചർ ഗവർണൻസ്.
നിങ്ങൾ എഴുതി വെച്ച ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ 15 കൊല്ലം കഴിയുമ്പോൾ ലോകത്തെ എല്ലാ ഗവൺമെൻറ്റുകളും വെറും ഫെസിലിറ്റേറ്റേഴ്സ് ആയിരിക്കും. ഗവൺമെൻറ് കനോട്ട് ഡു എനിത്തിങ്. ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് ഫെസിലിറ്റേറ്റ് ചെയ്യും, നല്ല നിയമങ്ങൾ കൊണ്ടുവരും, ക്രമസമാധാനം പാലിക്കും, ഓവറോൾ വെൽഫെയർ നോക്കും, താഴേക്കിടയിലുള്ള ആൾക്കാരുടെ ഉന്നമനവും അവർക്കുള്ള സപ്പോർട്ടും കൊടുക്കും എന്നുള്ളതിനപ്പുറത്ത് ഗവൺമെൻറ് കനോട്ട് ഡു എ ഹോസ്പിറ്റൽ. ഹൗ ക്യാൻ എ ഗവൺമെൻറ് ഡു എ ഹോസ്പിറ്റൽ? ഗവൺമെൻറ് കനോട്ട് ഡു എ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. എങ്ങനെ നടത്താൻ പറ്റും? പ്രത്യക്ഷത്തിൽ ഉദാഹരണങ്ങൾ നടക്കുകയല്ലേ നമ്മുടെ മുമ്പിൽ. അത് ഗവൺമെൻറ് ചെയ്യേണ്ട. ഗവൺമെൻറ് അതിന് വ്യക്തമായിട്ട് നിയമങ്ങളുണ്ടാക്കി പ്രൈവറ്റ് സെഗ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് സൗകര്യം കൊടുത്ത് ഗവൺമെൻറ് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്താൽ മതി, കൺട്രോൾ ചെയ്താൽ മതി, റെഗുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യാതെ ഗവൺമെൻറ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ അത് ചെയ്തോളൂ എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് കേരളത്തിലെ ചില ഡിസ്ട്രിക്റ്റുകൾ. അപ്പോൾ ആ ഡിസ്ട്രിക്റ്റിൽ ബിസിനസ് വിജയിക്കില്ല. അതെ. അപ്പോൾ അവിടെ വിഴിഞ്ഞം പോകുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. മനസ്സിലായില്ലേ? ഞാൻ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം. അപ്പോൾ കേരളത്തിൽ എറണാകുളം എന്ന് പറയുന്ന നഗരത്തിൻ്റെ വലിയ സാധ്യതകളെ നമ്മൾ ഒരു കാലത്തും തള്ളിക്കളയാൻ പറ്റില്ല. ടെമ്പററി ആയിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഡെവലപ്മെൻറ്റുകളും ചില ഉയർച്ചകളൊക്കെ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ അത് നല്ലതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതും ഗുണമാകുമ്പോൾ എറണാകുളത്തിനാണ്. അതെ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു വലിയ വിഴിഞ്ഞ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടാൻ പോണ ചില സ്ഥലം തിരുവനന്തപുരം തന്നെ ആവണമെന്നില്ല. മേ ബി നാഗർകോവിലാവാം. ദേ ക്യാൻ ബി എ കോമിറ്റഡ് ടുമോറോ, അല്ലേ? അത് കൊച്ചിയാവാം. മനസ്സിലായില്ലേ? നമ്മളുടെ ഈ ഇത്രയും വലിയ കോസ്റ്റൽ ലൈൻ, അതായത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ ഈ കോസ്റ്റൽ ലൈൻ എന്ന് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നോ അന്ന് അതിൻ്റെ തലസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഹബ്ബ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, മുഴുവൻ ഡെവലപ്മെൻറ്റേയും ഒരു അകത്തേക്കുള്ളൊരു കുത്തൊഴുക്കുണ്ടാകുമ്പോൾ കൊച്ചി വഴിയായിരിക്കും. കാരണം അതിൻ്റെ ജിയോഗ്രഫിക്കലായ ലൊക്കേഷൻ കൊണ്ടും ട്രഡീഷണൽ ആയിട്ടുള്ള പരിചയം കൊണ്ടും ഒരു പോർട്ട് സിറ്റിയുടെ കൾച്ചർ കൊണ്ടും പിന്നെ അകത്തു വന്നാൽ ബാക്കി സൗകര്യങ്ങൾ വേണ്ടേ, ആ സൗകര്യങ്ങൾ കൊണ്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് റോഡിലല്ല, ഇനി കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എയർപോർട്ടിലല്ല, ഇനി കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ദ കോസ്റ്റൽ ലൈനാണ്. ആ കോസ്റ്റൽ ലൈനിലുള്ള ശരിക്കും ഒരു ഗോൾഡൻ കോസ്റ്റ് ഓഫ് ഇന്ത്യയാണ് കേരളം. ഇന്ത്യയുടെ ഏറ്റവും നല്ല സമൃദ്ധമാവാൻ പറ്റുന്ന ഒരു കോസ്റ്റൽ ബെൽറ്റാണ് കേരളം. അതെങ്ങനെ ഇതാകും? ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കോസ്റ്റൽ ലൈനിൻ്റെ, അതെന്തൊക്കെയാണ് അതിനകത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾ? ഇല്ല, തീർച്ചയായിട്ടും കോസ്റ്റൽ ലൈൻ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാം. നമ്മുടെ ഈ റോഡുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന വെഹിക്കിൾസ് നിങ്ങൾ നോക്കിക്കോ. തിരുവനന്തപുരം മുതൽ നിങ്ങൾ കാസർഗോഡ് വരെ റോഡിലൂടെ ട്രാവൽ ചെയ്യുക. ആ റോഡിലൂടെ പോകുന്ന വെഹിക്കിൾസ് എന്താണ്? ട്രക്കുകളാണ്. മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതിനകത്ത് ലോറികളാണ്, ടെമ്പോസാണ്. ഇത് ഏറ്റവും എളുപ്പത്തിൽ പോകുന്ന സ്ഥലം കോസ്റ്റലാണ്, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് കോസ്റ്റലാണ്. ഇപ്പം നമ്മുടെ ഈ കൊച്ചിൻ റിഫൈനറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡീസലും പെട്രോളും കെറസിനും LPGയും ഇത് വഴി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആ ഇരുമ്പനം സീപോർട്ട് എയർപോർട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും ഓരോ ബുള്ളറ്റ് ലോറികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ മിനിറ്റിലും ഓരോ ഡീസൽ ലോറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് വെള്ളത്തിൽ കൂടെ പോവില്ലേ? അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ ഇവിടെ കൊച്ചിയിലെ വാട്ടർ മെട്രോന് ഉദാഹരണമല്ലേ. വാട്ടർ പെട്രോൾ ട്രാഫിക് ബ്ലോക്കൊന്നുമില്ല. അപ്പോൾ അതിന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ പറ്റി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. അപ്പോൾ ഈ കോസ്റ്റൽ വഴിയുള്ള ചരക്ക് ഗതാഗതം കേരളത്തിൽ വികസിപ്പിക്കാവുന്ന ചെറിയ ചെറിയ തുറമുഖങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ വലിയ തുറമുഖങ്ങൾ എന്ന് പറയാനായിട്ട് നമുക്ക് പറയാം ഇൻ്റർനാഷണൽ ലെവലിൽ പോകുന്ന വിഴിഞ്ഞു, നമുക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചിയാണുള്ളത്. അപ്പോൾ കൊച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ ഡൊമസ്റ്റിക് നീഡ്സ് മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ സ്ഥലം. മറ്റേത് ഇൻ്റർനാഷണൽ മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഹോർമൂസ് കടലെടുക്കുക അടച്ചതിൻ്റെ ഇമ്പാക്റ്റ് വിഴിഞ്ഞത്തുണ്ടാവുമെങ്കിൽ കൊച്ചിയിലുണ്ടാവണമെന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലാണ് വിഴിഞ്ഞം. കൊച്ചി ഞാനീ പറഞ്ഞ കോസ്റ്റൽ ഹൈവേ ഡെവലപ്മെൻറ്റ് വരികയാണെങ്കിൽ കൊച്ചി ഒരു ഡൊമസ്റ്റിക് ഹെഡായി പോകും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഇവിടെയെല്ലാം ഉണ്ട്. ഈ സാധ്യതകളെല്ലാം തന്നെ നമുക്കാർക്കും അറിയാൻ പാടില്ലാത്തോ രാഷ്ട്രീയക്കാർക്ക് അറിയാൻ പാടില്ലാത്തോ ഗവൺമെൻറ് അറിയാൻ പാടില്ലാത്തോ അല്ല. ഇത് ചോയ്സാണ്. അതെപ്പോൾ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യണോ എന്നുള്ള, അല്ലെങ്കിൽ നടപ്പാക്കാൻ ഒരു വിൽ പവറും ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഐ തിങ്ക് ഇനി ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മളിപ്പോൾ ഇന്ന് 140 MLA-മാരാണെങ്കിൽ നാളെ 210 MLA-മാരാവുന്ന ഇന്നലെ ന്യൂസ് വായിച്ചത്. അപ്പോൾ 210 പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. 210 പേര് വികസനത്തിന് വേണ്ടി വാദിക്കുമല്ലോ. അതിലൊരു വലിയ ശതമാനമെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ആൾക്കാരെ കാര്യങ്ങളെ കാണുന്നവരും പോസിറ്റീവായിട്ട് രാജ്യം ഡെവലപ്പ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്നവരും ആയിരിക്കുമല്ലോ. അപ്പോൾ നാച്ചുറലി ഈ ഡെമോക്രസിയുടെ അകത്ത് പങ്കാളിത്തം വർദ്ധിക്കുന്നത് എപ്പോഴും വികസനത്തിന് നല്ലതാണ്. ഡെമോക്രസിയുടെ അകത്ത് പങ്കാളിത്തം കുറയുമ്പോഴാണ് ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത് പുറത്ത്. കാരണം ഈ വികസനത്തിൻ്റെ ഭാഗമല്ലാണ്ട് പുറത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അവരാണ് ഈ ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്.
ഈ പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാകുന്ന കഴിഞ്ഞാൽ പ്രതിപക്ഷം പുറത്തേക്ക് പോകണം. പ്രതിപക്ഷത്തെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇൻക്ലൂസീവായിട്ടുള്ള വികസന കാഴ്ചപ്പാട് ഭരണവർഗം കൊണ്ടുവരുന്ന സ്റ്റേറ്റുകളിലെല്ലാം വികസനമുണ്ട്. അപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശത്രുതയല്ലെന്നും പകരം ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് എതിർപ്പ് മാത്രമാണെന്നും വിശ്വസിക്കുന്നിടത്ത് വികസനത്തിന് വഴി തെളിയും. ഇപ്പോൾ രാഷ്ട്രീയം പറഞ്ഞ കൂട്ടത്തിൽ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത 5 വർഷത്തേക്കിനുള്ള ഭരണാധികാരികളെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തൊക്കെ സാധ്യതകളാണ് അവർക്ക് കൊച്ചിക്ക് മേലെ ചെയ്യാനുള്ളത്? ഈ ഗവൺമെൻറ് നിലനിൽക്കുന്നത് കൊച്ചി ഉള്ളതുകൊണ്ടാണ്. ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ മേജർ പങ്ക് കൊച്ചിയാണ് പ്രദാനം ചെയ്യുന്നത്. പക്ഷേ അതിന് പ്രൊപ്പോർഷനായിട്ട് കൊച്ചിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല, ഗവൺമെൻറ് ഫെസിലിറ്റേറ്റും ചെയ്തില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇതൊരു പൊന്മുട്ടയിടുന്ന താറാവാണ് കൊച്ചി. അപ്പോൾ അതിനെ വളർത്തുകയാണ് വേണ്ടത്. അപ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കൊച്ചിക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, കൊച്ചി വികസിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു ഗവൺമെൻറ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റാണ് അതിൻ്റെ ഒരു അലയില്ലേ, അതിൻ്റെ ഒരു റിപ്പർക്കഷൻസ് മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളിലേക്ക് പെട്ടെന്ന് വരും. ആ കൾച്ചർ പെട്ടെന്ന് വരും. അങ്ങനെയാണ് നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനത്തിനെ റിപ്ലിക്കേറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ കൊച്ചിയിൽ അതുണ്ട്. ആ സക്സസ് മോഡൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? കൊച്ചിയെ ഫെസിലിറ്റേറ്റ് കൊണ്ടിരിക്കണം. അപ്പോൾ ഗവൺമെൻറ് അൺനെസറി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൈമാറ്റിയിട്ട് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് മാറിയിട്ട് അതെല്ലാം പ്രൈവറ്റൈസ് ചെയ്തിട്ട് അതിനെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, നല്ല ഗുഡ് ഗവേണൻസ് കൊണ്ടുവരുന്ന, ടാക്സ് കൃത്യമായിട്ട് ആൾക്കാരിൽ നിന്ന് മേടിക്കുന്ന, ആ പണം കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥാപനമായിട്ട് ഗവൺമെൻറ് മാറുമ്പോൾ നാച്ചുറലി ആ സ്റ്റേറ്റ് നന്നായിട്ട് വെൽഫെയറിലേക്ക് പോകും. അവിടെ താഴേക്കടലുള്ള ആൾക്കാരുടെ ക്ഷേമം നോക്കണം, അവരെ സംരക്ഷിക്കണം, ഡൗൺ റോഡനായിട്ടുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കണം, ഒരു മഹാമാരിയോ യുദ്ധമൊക്കെ വന്ന സമയത്ത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ജനങ്ങളെ സൂക്ഷിക്കണം. ഇതൊക്കെ ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെടുന്ന കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം അല്ലാത്തൊരു സമയത്തെല്ലാം നമുക്ക് മോഡലാക്കാവുന്ന ഒരുപാട് നല്ല വികസന മോഡലുകൾ ലോകത്ത് പല സ്ഥലത്തുമുണ്ട്. അപ്പോൾ അത്തരം പ്രൈവറ്റ് സെഗ്മെൻറ്റിനെ പരിപൂർണമായിട്ട് പരിപോഷിപ്പിക്കുന്ന, അവരെ യൂട്ടിലൈസ് ചെയ്യുന്ന, അവരെ തെറ്റായ വഴിയിലൂടെ പോവാതിരിക്കാനായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന, എന്നാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് ഗവൺമെൻറ് മാറണം. അങ്ങനത്തെ ഒരു ഗവൺമെൻറ്റിന് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസ്ട്രിക്റ്റ് കൊച്ചി തന്നെയായിരിക്കും. കാരണം കൊച്ചിയിൽ ഇത് ഞാൻ തയ്യാറായി നിൽക്കുന്ന സ്ഥലമാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു വളമൊക്കെ ഇട്ട് നിർത്തി ഉഴുതു മറച്ചിരിക്കുന്ന ഒരു ഭൂമിയാണ് കൊച്ചി. അവിടെ ശരിക്കും ഒന്ന് പരിപാലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഫ്ലറിഷ് ചെയ്യും. കാരണം ഇവിടെ ടാലൻറ്റ് വളരെ കൂടുതലാണ്. ഇവിടെ ഐഡിയാസ് മനസ്സിലാക്കുന്ന ആൾക്കാരുള്ള കൂടുതൽ. ഒരു സ്ഥാപനം പോലും ചിലപ്പോൾ പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഗതി മാറ്റിക്കളയും. ഇപ്പോൾ ഒരു ഗൂഗിളോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കോ ഒക്കെ അമേരിക്കയിലെ എത്രയോ സ്ഥലങ്ങളെ മാറ്റിക്കളഞ്ഞു, ശരിയല്ലേ? എന്ന് പറയുന്ന പോലെ ഒരു ഇന്നോവേഷൻ മതിയാവും ചിലപ്പോൾ പക്ഷേ കേരളം ഫ്യൂച്ചറിലേക്ക് വളർന്നു വരുന്നവനായിട്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു മണ്ണൊരുങ്ങിയിരിക്കുന്നത് കൊച്ചിയിലാണ്. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിനോ ഗവൺമെൻറ്റിനൊക്കെ എല്ലാം ഞങ്ങൾക്ക് ഈക്വലായിട്ട് നോക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമായിരിക്കും. അതിനകത്തൊന്നും എനിക്ക് എതിർപ്പൊന്നുമില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതാണ്. കാരണം ഞങ്ങൾക്ക് 10 ഡിസ്ട്രിക്റ്റിലും 11 ഡിസ്ട്രിക്റ്റിലും പോയിട്ടുണ്ട്. എവിടെയൊക്കെ എന്തായാലും നമ്മളെ സമയം സന്തോഷമുള്ളൂ. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ഗവർണൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഒരു ഡെവലപ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഒരു ഫ്യൂച്ചർ സാധ്യതകളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൊച്ചിക്കുള്ള സാധ്യതകൾ കേരളത്തിൽ ഒരു ഡിസ്ട്രിക്റ്റും ഇല്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടൂറിസം. കൊച്ചിയുടെ ടൂറിസം എന്ന് പറയുന്നത് അനന്ത സാധ്യതകളുള്ള മറ്റൊരു മേഖലയാണ്. ക്രൂസ് ടെർമിനൽ, ഇന്റർനാഷണൽ ക്രൂസ് ടെർമിനൽ, അതൊക്കെ വരുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഒന്ന് മാറി സംസാരിക്കേണ്ടി വരും. കാരണം കൊച്ചി എത്രത്തോളം പ്രകൃതി ഭംഗിയുള്ളതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അതിനേക്കാളും ഭംഗിയുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ട്. നമ്മൾ കൊച്ചിയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ വാട്ടർ ഫ്രണ്ട് ആണെന്ന് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കോഴിക്കോടും കണ്ണൂരും തിരുവനന്തപുരത്തുള്ള ആൾക്കാർ കൊച്ചിയിലെ വാട്ടർ ഫ്രണ്ട് ഒന്ന് മേടിക്കാറുണ്ട്. പക്ഷെ അത് വെരി സർപ്രൈസിംഗ്ലി ഞാൻ തിരുവനന്തപുരത്തൊരു വാട്ടർ ഫ്രണ്ട് സ്ഥലം കാണാനിടയായി. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ആ സ്ഥലത്ത് ഒരു 10 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടേ ഞങ്ങളോട് പോകുന്നുള്ളൂ. കാരണം നമ്മളവിടെ നിന്ന് തിരിച്ച് പറഞ്ഞു വിടില്ല. കൊച്ചിയിലെ വാട്ടർ ഫ്രണ്ട് പോലെ അല്ലത്. കായലിങ്ങനെ പോയിട്ട് കടലിനോട് ചേരുന്ന ഒരു അഴിമുഖം പോലത്തെ സ്ഥലത്തിനെ ഫേസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. കൊല്ലത്ത് റാവീസ് ഹോട്ടലിനടുത്ത് അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റ് വന്നത് തേവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ ഒരു വാട്ടർ ഫ്രണ്ട് ഞാൻ കണ്ടപ്പോൾ ഡ്രോൺ ഷൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 5 ഫ്ലോർ കഴിഞ്ഞാൽ ചുറ്റും വെള്ളമാണ്. കോഴിക്കോട് ബീച്ചിൽ നമ്മുടെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും ടോളസ്റ്റ് ടവർ, 60 ഫ്ലോറുണ്ട്. ആ ബീച്ചിൻ്റെ ഭംഗി അല്ലെങ്കിൽ കോഴിക്കോട് കടലിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കിയാൽ പിന്നെ പുറകെ കാണുന്ന വയനാടാണ്. ഈ ഡ്രോൺ ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത് പൊക്കത്തിൽ നോക്കിയപ്പോൾ കടൽ കണ്ടു. കടൽ കണ്ടിട്ട് ഈ ഡ്രോൺ തിരിയുമ്പോൾ പിന്നെ കാണുന്നത് വയനാട് കുന്നുകളും ഫുൾ പച്ചപ്പാണ്. അപ്പോൾ
ടൂറിസം എന്ന് പറയുമ്പോൾ കേരളത്തിലേക്ക് തന്നെ നമുക്ക് പോകണം. കേരളത്തിൻ്റെ ഭംഗിയാണ് ടൂറിസം. കേരളം ഇന്ത്യയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം വേറെ ഉണ്ടാവില്ല. ശരി. പക്ഷെ നമ്മളതിനെ ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ കൊച്ചിക്ക് അതിൻ്റെ ഫണലാവാൻ പറ്റും. കൊച്ചി അതിൻ്റെ ഒരു ഗേറ്റ് ആവുക, എന്തായാലും പറയുക, ഈ പറയുന്ന ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ, കേരളത്തിൻ്റെ ടൂറിസം ഡെവലപ്മെൻ്റ് ഒരു ഹബ്ബാവാനായിട്ട് കൊച്ചി പറ്റും. കൊച്ചിയിൽ നിന്നാണ് ഇതെല്ലാം പോവുക. കാരണം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം പോവാം, കൊച്ചിയിൽ നിന്ന് കുമരകം പോവാം, കൊച്ചിയിൽ നിന്ന് കോവളം പോവാം, കൊച്ചിയിൽ നിന്ന് മൂന്നാർ പോവാം, കൊച്ചിയിൽ നിന്ന് വയനാട് പോവാം. അപ്പോൾ കൊച്ചി ശരിക്ക് ഒരു ഒരു ടൂറിസത്തിൻ്റെ കേരളത്തിൻ്റെ ഹബ്ബാവാൻ പറ്റും. കാരണം നമ്മൾ സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ ആയതുകൊണ്ട് അതിന് ജിയോഗ്രാഫിക്കൽ ഇമ്പോർട്ടൻസ് വളരെ വലുതാണല്ലോ. ഈ ക്രൂയിസ് ടെർമിനൽ വരാൻ പറ്റുന്നു, എയർപോർട്ടിൻ്റെ ഫെസിലിറ്റി വരുന്നു, ഇവിടുന്ന് സപ്പോർട്ട് സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള നല്ല റോഡ് ട്രാഫിക്കുകൾ വരുന്നു. ഇതെല്ലാം വരികയാണെന്നുണ്ടെങ്കിൽ കൊച്ചി ക്യാൻ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ആസ് എ ലീഡർ, എന്താ പറയുക, ഈ ടൂറിസം ഇൻഡസ്ട്രിയുടെ ഫുൾ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുക്കുന്നൊരു സെൻറ്ററായിട്ട് കൊച്ചിക്ക് മാറാൻ പറ്റും. അത് കേരളത്തിൻ്റെ മൊത്തം ഡെവലപ്മെൻറ്റിനെ സഹായിക്കും. ഈ മെഡിക്കൽ ടൂറിസം എന്നുള്ള പേര് തന്നെ കൊച്ചി ഉണ്ടാക്കിയതാണ്. കാരണം കൊച്ചിയിൽ എത്രയും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഹോസ്പിറ്റൽസ് വന്നപ്പോഴാണ് മെഡിക്കൽ ടൂറിസം എന്നുള്ള വാക്ക് തന്നെ ലോകത്തുണ്ടായത്. അപ്പോൾ അവിടെയാണ് കൊച്ചിയുടെ ശക്തി. കൊച്ചി ക്യാൻ ആക്ച്വലി കണക്ട് ഓൾ ദീസ് വിത്ത് ടൂറിസം. യെസ്. ഇവിടുത്തെ IT ഹബ് ഒരു 2 ലക്ഷം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 ലക്ഷം ആൾക്കാരിൽ എല്ലാ വീക്കെൻഡിലും നമുക്കൊരു 20,000 പേരെ ടൂറിന് വിട്ടൂടെ? അതെ. വളരെ ചെറിയ കുട്ടിയല്ലേ ഉള്ളൂ. അപ്പോൾ അതുപോലത്തെ ഒരു സംവിധാനം ക്രിയേറ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട് കൊച്ചിക്ക്. അത് നമ്മളൊരു വളരെ പെരിഫറലായിട്ട് ചില ഡാറ്റ മാത്രം വെച്ചുകൊണ്ട് ഇവിടെ ഇന്ന് ദൂരം അത് വരും, ഇവിടെ ഓയിൽ പരിവേഷണം നടത്തി കഴിയുമ്പോൾ എന്തോ ഇത് കണ്ടുകൊണ്ട് അടുത്ത ദിവസം ഒരു കൊല്ലം ഭയങ്കര അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതൊക്കെ സംഭവിക്കണമെന്ന് ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും അതിനോട് മൈൻഡ് സെറ്റും അതിനോടൊരു കൾച്ചറും ഒക്കെ വേണം. യെസ്. അത് കൊച്ചിയിൽ വളരെ കൂടുതലാണ്. വേറെ കൊച്ചിക്ക് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റും. കൊച്ചി ഒരു വലിയ അല്ലെങ്കിൽ ഉയർന്ന സിറ്റി ആയി നിന്നുകൊണ്ട് കൊച്ചിക്ക് അത് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിൻ്റെ ബെനിഫിറ്റ് കാസർഗോഡ് കിട്ടുന്നു പറഞ്ഞാൽ ഐ കനോട്ട് ബിലീവ്, കണ്ണൂർ കിട്ടുന്നു പറഞ്ഞാൽ ഐ കനോട്ട് ബിലീവ്. വേറെ കൊച്ചിയിലുണ്ടാകുന്ന എന്ത് സംഭവത്തിൻ്റെയും ബെനിഫിറ്റ് കണ്ണൂരൊക്കെ കിട്ടും. ഇപ്പോൾ ടൂറിസ്റ്റിന് കിട്ടിക്കൂടെ? കൊച്ചിയിൽ നിന്ന് കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് നമുക്ക് ഫ്ലൈറ്റിലെത്താം. വന്ദേ ഭാരതിൽ പോയി കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ടെത്താം. അപ്പോൾ സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ് കൊച്ചിക്ക്. അപ്പോൾ ടൂറിസം ഹബ്ബാവാനായിട്ട് കേരളത്തിൽ ഏറ്റവും പറ്റിയ സ്ഥലം കൊച്ചി തന്നെയാണ്. കേരളത്തിലെ മുഴുവൻ ടൂറിസം സാധ്യതകളെയും യൂട്ടിലൈസ് ചെയ്യപ്പെടാനുള്ള ഒരു പോയിന്റും കൊച്ചിയാണ്. കൾച്ചറലായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഫെസ്റ്റുകൾ നടത്താറുണ്ട്. ഇപ്പോൾ ബിനാലെ, കൊച്ചിൻ കാർണിവല്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, അനന്തമായ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ന്യൂ ജനറേഷൻ ഫെസ്റ്റിവൽസാണ്. ആലപ്പുഴ എടുക്കുകയാണെങ്കിൽ ആലപ്പുഴ ടൂറിസം കലണ്ടറിൽ ഒരേ ഒരു സാധനം ഒന്നാമത് എഴുതാൻ പറ്റും, അത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. തൃശ്ശൂർ എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം. അപ്പോൾ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള പല സാധനങ്ങളാണ് കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റുകൾക്കും സ്വന്തമായിട്ടുള്ളത്. വേറെ കൊച്ചിയിലാണ് ഈ ന്യൂജൻ സംഭവങ്ങളെല്ലാം വന്നതാണ്. ഇപ്പോൾ ബിനാലെ ഒരു പുതിയ കോൺസെപ്റ്റാണ് അല്ലേ? അതെ. ഇപ്പോൾ കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചിയുടെ കൾച്ചറൽ അല്ലെങ്കിൽ കൊച്ചിയുടെ ഫെസ്റ്റിവൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയുക? തൃപ്പൂണിത്തുറ അത്തച്ചമയെന്ന് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ബിനാലെ പറയുക. അതെ. അവിടെയാണ് ഞാൻ പറഞ്ഞ കോസ്മോപൊളിറ്റൻ സ്വഭാവം എന്ന് പറയുന്നത്. ഈ കോസ്മോപൊളിറ്റൻ സ്വഭാവം മറ്റിടത്ത് കിട്ടുന്നില്ല, അതെല്ലായിടത്തും കിട്ടുകയില്ല, നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചില്ല. അവിടെയാണ് കൊച്ചിയുടെ അഡ്വാൻറ്റേജ്. എന്താണ് കൊച്ചിയുടെ അഡ്വാൻറ്റേജ് ഒക്കെയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ പറയാവുന്ന ഒരു സാധനമാണ് ഇപ്പോൾ കോഴിക്കോട് വേണമെങ്കിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയാം. അത് പതുക്കെ പച്ച പിടിച്ച് വരുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇതൊരു ഒരുപാട് സമയമെടുക്കും, ആക്സെപ്റ്റൻസിനൊക്കെ ഒരുപാട് സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. വാട്ട് ഐ എം സെയിങ് ഈസ് പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും പ്രഭവട്ടും ചോരാത്ത രീതിയിൽ തന്നെ പുതിയ ഫെസ്റ്റിവൽ തലങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ഒരു മനസ്സുണ്ടാവുക, അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക, അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക, അത് കൊച്ചിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസം രംഗത്ത് എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും തൃപ്തിപ്പെടുത്താനായിട്ടുള്ള സംഭവങ്ങൾ കൊച്ചിയിലുണ്ട്, മനസ്സിലായില്ലേ? ഇനി ട്രഡീഷണൽ ഫെസ്റ്റിവൽസ് ഓഫ് കേരളയിലൊക്കെ തന്നെ പണ്ട് എനിക്ക് വലിയ മാറ്റമാണ് പോകുന്നിരിക്കുന്നത്. ഡിജിറ്റൽ രംഗം വന്നതിന് ശേഷം വലിയ മാറ്റം. കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് മേ ബി ആഫ്റ്റർ കോവിഡ് കാണുന്നൊരു പാർട്ടിസിപ്പേഷൻ ലെവല് ഈ സാധാരണ നാട്ടുപ്രദേശത്തെ ഉത്സവങ്ങളിൽ പോലും വിദേശികളുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലാണ്. കാരണം ഇത് വളരെ സ്പ്രെഡ് ആവുകയാണ്. യെസ്. ഞാനൊരു ദിവസം ഒരു ട്രാവലിനിടയ്ക്ക് വരുമ്പോൾ ഈ കടമനിട്ട ഭാഗത്തെ കൂടെ അവിടെ ഇങ്ങനെ ഈ പടയണി ഫെസ്റ്റിവൽ നടക്കുന്ന സമയമെന്ന് പറയുമ്പോൾ വെറുതെ ഞാൻ റൂട്ട് മാറ്റി കാർ അതിലെ വന്നപ്പോൾ അത്ഭുതപ്പെട്ട കാഴ്ച അവിടെ വിദേശികളാണ് മുഴുവൻ. അപ്പോൾ ഇവരിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വഴിയേറ്റ് പോയത് അവിടേക്ക്. ഇവരിത് പ്ലാൻഡ് ആയിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ടിക്കറ്റൊക്കെ എടുത്ത് ആ ഡേറ്റിൽ കറക്റ്റായിട്ട് വന്നേക്കാണ്.
അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് അല്ലെങ്കിൽ ഈ മീഡിയ രംഗത്തൊക്കെ വന്നിരിക്കുന്ന ഇൻ്റർനെറ്റൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന വലിയ മാറ്റം ഈ ഗ്ലോബലൈസേഷനാണിത്. ആക്ച്വലി പടയണി ഗ്ലോബലൈസ്ഡ് ആയിപ്പോയി. അതുകൊണ്ടാണല്ലോ അവിടെ ആൾക്കാർ വന്നത്. അതെ 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 അതെ. ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇതേപോലത്തെ ട്രഡീഷണൽ ഫെസ്റ്റിവലുകൾക്കും വളരെ ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു സമയത്ത് കൊച്ചി പോലുള്ള സ്ഥലങ്ങളിൽ പുതിയ സാധനങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അപ്പോൾ അതിനർത്ഥം വെച്ചാൽ നമ്മൾ കൊച്ചി പുതുമയുടെ കേന്ദ്രമാണ്. ഇവിടെ നിന്ന് നമുക്ക് പഴമയിലേക്കും പോകാനുള്ള സൗകര്യമുണ്ട്. പുതുമയെ കൊണ്ടുവരാനുള്ള ആ. സൗകര്യം. അപ്പോൾ ഒരു കൊച്ചി ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ടൂറിസത്തിൻ്റെ ഒക്കെ ഇതാണ് ഹബ്ബ് എന്ന് പറയുന്ന സംഭവം. ഇവിടെ നമുക്ക് ഇങ്ങോട്ടെല്ലാം പോവാം. നിങ്ങൾ ബിനാലെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത നെക്സ്റ്റ് ദിവസം നിങ്ങൾക്ക് വേണ്ടി കൊടുങ്ങല്ലൂർ ഭരണിക്കും. അപ്പോൾ 2 ദിവസം മുമ്പ് കണ്ടില്ലേ ഒരു സ്പാനിഷ് നേടിയുടെ വീഡിയോ ലോകം മുഴുവൻ വൈറലായിട്ടുണ്ട്. അവർ ഈ ഭരണിക്ക് പോയിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ നടത്തിയിട്ട് വലിയ ഈ അവിടുത്തെ കോമരങ്ങളൊക്കെ തുള്ളണ പോലത്തെ അവർ തുള്ളണം. അടുത്ത വർഷം ഞാൻ പറയണു അവിടേക്ക് വരുന്ന വിദേശികളുടെ ഒഴുക്ക് ചെറുതൊന്നും ആയിരിക്കില്ല. അതെല്ലാം ഉണ്ടല്ലോ. ഇപ്പം പിൽഗ്രിം ടൂറിസം ഉണ്ട്, ആത്മീയ ടൂറിസം ഉണ്ട്, സ്പിരിച്വലൊക്കെ ടൂറിസമാണ്, മെഡിക്കൽ ടൂറിസം ഉണ്ട്. അപ്പം ഇത്തരം ഹബ്ബുകളെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു പൊസിഷനിങ് സ്റ്റേജ് എടുക്കാനായിട്ട് കൊച്ചിക്ക് സാധിക്കും. കാര്യം ഇവിടെ നിന്ന് ഇങ്ങോട്ടെല്ലാം പോവാം. ഇപ്പം നിങ്ങൾ പറയുന്നത് സ്പിരിച്വൽ ടൂറിസം. ഇപ്പോൾ മാതാമൃതാനന്ദമയുടെ അവിടേക്ക് പോകണമെങ്കിൽ കൊച്ചിയിട്ട് വന്നിട്ടല്ലേ പോവുക. ഏത് വിദേശിയും കൊച്ചിയിൽ വന്നിട്ടാണ് അവിടേക്ക് പോവുക. ഇപ്പം നേരത്തെ വെച്ചാൽ കൊടുങ്ങല്ലൂർ ഭരണിയാണ് അങ്ങനെ പോവാം. ഇനിയിപ്പോൾ നാളെ തൃശ്ശൂർ പൂരത്തിന് അങ്ങനെ പോവാം. കൊച്ചി എയർപോർട്ടിലല്ലേ വരിക. ബിനാലേക്കും പോവാം. അപ്പോൾ ആക്ച്വലി കൊച്ചി ക്യാൻ ബിക്കം ഒരു ടൂറിസം, ഫ്യൂച്ചർ ടൂറിസം എങ്ങനെ പോകണം കേരളത്തിൽ നിന്ന് തീരുമാനിക്കാനുള്ള ശക്തി കൊച്ചിക്കുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ഈ വിദേശികൾ വരാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഈ കൊച്ചിയിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ. ലൈക്ക് നല്ല നല്ല ലക്ഷറി ഹോട്ടൽസ്, ഇപ്പം ബോൾഗാട്ടി, ഹയാത്ത്, അങ്ങനത്തെ വലിയ വലിയ മൾട്ടിനാഷണൽ ലക്ഷറി ഹോട്ടൽസും അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഇൻഫ്രാസ്ട്രക്ചറും കൂടെ ഉള്ളത് കൊണ്ടല്ലേ ഈ ടൂറിസം ഇത്രയും പച്ച പിടിക്കുന്നത് ഇവിടെ. സംശയം തന്നെയുള്ളത്. കാരണം ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മത്സരം ഒന്നും വിചാരിക്കുക, അതിന് സ്റ്റേഡിയം മാത്രം പോരല്ലോ. അതെ, കളിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം വേണ്ടേ, അവർക്ക് ട്രെയിനിങ്ങിനായിട്ടുള്ള സപ്പോർട്ട് ഗ്രൗണ്ട്സ് വേണ്ടേ, കളി കാണാൻ വരുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള നല്ല താമസ സൗകര്യങ്ങൾ വേണ്ടേ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സൗകര്യങ്ങളെല്ലാം ചേരുമ്പോഴാണ് വികസനം വരുന്നത്. ഈ സൗകര്യങ്ങളെല്ലാം ചേരുമ്പോഴാണ് അതൊരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ സെൻ്ററായിട്ട് മാറുന്നത്. ഈ സൗകര്യങ്ങളെല്ലാം വരുമ്പോഴാണ് അവിടെ ഏത് ബിസിനസ്സും വിജയിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വിജയിക്കാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള സ്ഥലം കൊച്ചിയായിരിക്കും. ഒരു പുതിയ ഐഡിയ അത് ഫ്ലറിഷ് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ സ്ഥലം കൊച്ചിയായിരിക്കും. നമ്മളൊരു ഇപ്പം നമുക്കൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് തുടങ്ങുമെന്ന് വിചാരിക്കുക. നമുക്ക് പാലക്കാട് പോയി തുടങ്ങാൻ പറ്റുമോ? കണ്ണൂർ തുടങ്ങാൻ പറ്റുമോ? മേ ബി. പക്ഷേ അത് ഉറപ്പായിട്ടും വിജയിക്കും എന്ന് പറയണമെങ്കിൽ കൊച്ചി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പുതിയ ആശയങ്ങളും ഫെസിലിറ്റീസും ഒക്കെ അബ്സോർബ് ചെയ്യുന്ന സ്ഥലം കൊച്ചി തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സ് ആയിട്ടാണെങ്കിലും മെഡിക്കൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു കൾച്ചറൽ ആക്ടിവിറ്റി ആണെങ്കിലും അതിനെല്ലാം കൺവെൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു കൺവെൻഷൻ നടക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു 3000 പേരുടെ 4000 പേരുടെ കൺവെൻഷൻ നടത്തണമെങ്കിൽ കൊച്ചിയിൽ നടത്താൻ പറ്റുള്ളൂ. 4000 പേർക്കോ 5000 പേർക്കോ ഇരിക്കാവുന്ന കൺവെൻഷൻ സെൻറ്ററിൽ ആരോ ഒരാൾ കണ്ണൂർ അവിടെ ഒരു സ്ഥലത്ത് പണിതു ഞാൻ വായിച്ചു. പക്ഷെ പ്രോബ്ലം അവിടെ 4000 പേരുടെ കൺവെൻഷൻ നടക്കുമ്പോൾ ഈ താമസിക്കാൻ വരുന്ന അവിടെ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാർ അവിടെ താമസിക്കും. അപ്പോൾ അതിന് സൗകര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ നമ്പർ ഓഫ് ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരുപാട് കൺവെൻഷൻ സെൻറ്റർ കൊച്ചിയിലുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാറ്ററേഴ്സ് ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന താമസ സൗകര്യങ്ങളുണ്ട്. ഈ 4000 പേരുടെ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ 4000 പേരുടെ കൺവെൻഷൻ ഹോളിൽ കയറി നടന്നു രാവിലെ തൊട്ട് 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ നടക്കും, അല്ലെങ്കിൽ രാത്രി 9 മണി വരെ നടക്കും. അത് കഴിഞ്ഞിട്ട് ഇവരുടെ പോയി താമസിക്കും. മറ്റുള്ള സ്ഥലത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നത് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ 2 കൺവെൻഷൻ ഒരു സമയത്ത് നടത്താവുന്ന എത്ര ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട് കേരളത്തിൽ? കൊച്ചി മാത്രം ഉണ്ടാവും. ഒരു കൺവെൻഷൻ നടന്നു, ഒരു ഡോക്ടർ കൺവെൻഷൻ നടക്കുന്നത് നമുക്ക് പോലും ചിലപ്പോൾ മുറി കിട്ടില്ല തിരുവനന്തപുരത്ത്. നമ്പർ ഓഫ് റൂംസ് ഇല്ല, ഗുഡ് ക്വാളിറ്റി റൂംസ് ഇല്ല. അപ്പോൾ ഈ നമ്മൾ ഈ ഹൈ ആൻഡ് അല്ലെങ്കിൽ ഹൈ വാല്യൂ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനമൊക്കെ അവിടെ ഒന്ന് ഇപ്പം ഉണ്ടാവണം. ഈ സ്പോർട്സ് ടൂറിസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ സ്പോർട്സ് കൾച്ചറിൻ്റെ കാര്യം ഇപ്പം IPL പോലെ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അത് ചിലതൊന്നും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ കൊച്ചിയുടെ ഈ സ്പോർട്സ് കൾച്ചർ എങ്ങനെയാണ്? കൊച്ചിയുടെ സ്പോർട്സ് കൾച്ചർ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ട്രഡീഷനായിട്ട് തന്നെ ബന്ധപ്പെടുത്തരുത്. കാരണം കൊച്ചിക്ക് അങ്ങനത്തെ ഒരു ട്രഡീഷൻ പറയാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചിയിൽ ഒരുപാട് പേര് വന്ന് ചേർന്ന് താമസിച്ച ആൾക്കാരാണ്. ഇപ്പം നിങ്ങൾ മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മലപ്പുറത്തിന് ഫുട്ബോൾ കൾച്ചർ ഉണ്ടാവും. അത് നാച്ചുറലായിട്ട് അവിടെ ഉള്ളത് തന്നെയാണ്, മനസ്സിലായില്ലേ?
അപ്പം അങ്ങനെ ഉള്ളൊരു കൾച്ചറായിട്ടല്ല കൊച്ചിയെ കണ്ടത്. കൊച്ചിയെ കണ്ടത് നമ്മളതിനെ ഇപ്പോഴത്തെ ന്യൂജൻ ആംഗിളിൽ കാണണം. ന്യൂജൻ ആംഗിളിൽ സ്പോർട്സ് മാത്രമല്ല, സ്പോർട്സിൻ്റേതായിട്ടുള്ള എല്ലാ ട്രഡീഷണൽ ഗുണഗണങ്ങളും നിർത്തിക്കൊണ്ട് തന്നെ സ്പോർട്സിന് നമ്മളൊരു ബിസിനസ് ആഡ് ചെയ്യുമ്പോൾ അത് കൊച്ചിയോ. ഒളിമ്പിക്സ് വരുന്നു ഇന്ത്യയിൽ 2036 ഒളിമ്പിക്സ് വരികയാണെങ്കിൽ, ലെറ്റ്സ് അസ്യൂം വരികയാണെങ്കിൽ, കേരളത്തിലെ ഏത് നഗരത്തിനെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും? കൊച്ചി മാത്രമേ ഉള്ളൂ. ഞാൻ പറയാൻ കാരണം ആരോ പറഞ്ഞു മറ്റേ തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് വരികയാണെങ്കിൽ ഒരു ഐറ്റം കൊണ്ടിരുന്നത് കഴിഞ്ഞ ഇലക്ഷൻ ആരോ പറഞ്ഞു. ഞാൻ അത് വളരെ ആസ്പിറേഷനാണ് ആ പോയിന്റ്. ഞാനത് തെറ്റാന്നല്ല പറഞ്ഞേ. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കാരണം ഒളിമ്പിക്സിൽ ഒരു ഐറ്റം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേഡിയം അല്ല വേണ്ടത്. യു നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ദാറ്റ് കൈൻഡ് ഓഫ് സിറ്റി. അത് എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ആൾക്കാരെന്നെ പരിഹസിച്ചും തമാശയായിട്ടൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ അതിനെ പോസിറ്റീവായിട്ട് പറയുകയാണ്. അങ്ങനെ എഴുതിയ ആളുടെ മനസ്സിൽ അത്രത്തോളം വിഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒളിമ്പിക്സിൽ ഒരു ഐറ്റം കൊണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ സ്പോർട്സ് മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റിയ ഹോസ്പിറ്റൽ തന്നെ വേണം. ഇല്ലെങ്കിൽ അവിടെ എങ്ങനെ ഒരാൾ ഒരു ഇൻ്റർനാഷണൽ ലോക റെക്കോർഡിൻ്റെ ഉടമയ്ക്ക് ഒരു ഇഞ്ചുറി പറ്റിയപ്പോൾ അയാളെ ചികിത്സിക്കാൻ പറ്റിയ ഇൻഫ്രാസ്ട്രക്ചറിൽ അതെടുത്ത് വലിയ കമ്പൈൻ പെർഫോം. ഈ സ്പോർട്സ് മെഡിസിൻ ആണ് വേറെ വലിയ സംഭവമാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വന്നാലേ ഒളിമ്പിക്സ് വരുള്ളൂ. നമ്മളതിൻ്റെ വരി മാത്രം വായിക്കുകയാണ്. ഏത് ഒളിമ്പിക്സ് ഐറ്റം കൊണ്ടുവരും. അത് തമാശ ചെയ്യാൻ. പക്ഷേ ഒളിമ്പിക്സ് ഐറ്റം കൊണ്ട് ഇത് എഴുതിയാൾ എത്രത്തോളം ആലോചിച്ച് എഴുതിയാന്ന് എനിക്കറിയില്ല. പക്ഷേ ആലോചിച്ചാണ് എഴുതിയെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് സംവിധാനവും അതിൻ്റെ സൗകര്യങ്ങളും ഫെസിലിറ്റീസും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വളരെ 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 വലുതാണ്. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കണത് കൊച്ചിയിലേ പറ്റുള്ളൂ. കാരണം 2036 ഒളിമ്പിക്സ് കൊച്ചിയിൽ ഒരു ഐറ്റം ഉണ്ടെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പണിംഗ് സെറമണി കൊച്ചിയിലാണെന്നൊരു അനൗൺസ്മെൻറ്റ് ഇന്നും ഒന്നും വിചാരിക്കുക. ഞാൻ നമ്മൾ 2036 2035 ആകുമ്പോഴത്തേക്കും കൊച്ചി ഞാൻ റെഡിയും. മറ്റുള്ള സ്ഥലം എത്രത്തോളം ആവുമെന്ന് എനിക്കറിയില്ല. കാരണം കൊച്ചിക്ക് അതിൻ്റേത് അതാണ് കൊച്ചി. അപ്പോഴും ഞാൻ പറയണമെന്ന് വെച്ചാൽ ആ വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ അപ്രീഷിയേറ്റ് ആണ് കൊടുത്തില്ല. കാരണം നിങ്ങൾക്ക് ഇത്തരം ഒരു ഇവൻറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സൗകര്യം എന്നുള്ളത് ചെറുതല്ല. You need that kind of stadium, that kind of trainers, that kind of hospital facilities, that kind of people. അല്ലേ? ഈ ഒരു വേൾഡ് റെക്കോർഡിന് ഉടമയെ സൃഷ്ടിക്കുന്ന ഒരു വലിയ സപ്പോർട്ട് സംവിധാനമാണ്. ഒറ്റയ്ക്കല്ലല്ലോ, ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന വലിയ ടീം അതിൻ്റെ പുറകെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ ശരിയല്ലേ? ഫുഡ്, നല്ല വെള്ളം, ഇതൊക്കെ എൻ്റെ പാർട്ടാണ്. ഈ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ശരിക്കും ഒരു വിഷണറി സ്റ്റേറ്റ്മെൻ്റാണ്. നമ്മളതിനെ ആ അർത്ഥത്തിൽ കാണാത്തുള്ള കുഴപ്പമാണ്. പിന്നെ അത് പ്രയോഗിക്കേണ്ട സ്ഥലത്തിന് വ്യത്യാസമുണ്ട്. കൊച്ചിയിലാണ് അത് സ്ഥലം പ്രയോഗിച്ചെങ്കിൽ കൊച്ചിയിലെ ആൾക്കാർ അത് സീരിയസ് അവിടെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതിനെ കാണുന്ന വേറൊരു രീതിയിലേക്കും അവരതിൻ്റെ തയ്യാറെടുപ്പെടുന്നു. കൊച്ചിയിലുള്ള ആൾക്കാർ 2030 ശരി അങ്ങനെ സംഭവം വരുന്നെങ്കിൽ അതിന് എനിക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എനിക്കെങ്ങനെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് പറ്റും, എനിക്കെങ്ങനെ എൻ്റെ ബിസിനസ് അവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, എൻ്റെ ബിസിനസ്സിന് അതിങ്ങനെ ഗുണം കൊണ്ടിരുന്ന ആലോചിക്കുന്ന ആൾക്കാർ കേരളത്തിലുള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയുടെ കൾച്ചറിനെ പറ്റി പറഞ്ഞപ്പോൾ അതിനകത്ത് നമ്മുടെ കൊച്ചിയുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരു ഷോപ്പിംഗ് കൾച്ചർ ഉണ്ട് കൊച്ചിക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു ലൈഫ് സ്റ്റൈലെല്ലാം നിങ്ങളൊരു ഫ്ലാറ്റ് മേടിക്കുമ്പോൾ ഗവൺമെൻറ് എത്ര കിട്ടുന്നുണ്ടെന്ന് ഒരു ചോദ്യമുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ബെനിഫിറ്റ് ദ ബിൽഡർ മേക്സ്, വാട്ട് ബെനിഫിറ്റ് ദ ഗവൺമെൻറ് മേക്സ്. ഞങ്ങളുടെ കണക്കിൽ 30% ഗവൺമെൻറ് കിട്ടുന്നത്. 1 കോടി രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഒരാൾ മേടിക്കും 30 ലക്ഷം രൂപ ഗവൺമെൻറ് കിട്ടും. പല ഹെഡിൽ GST ആയിട്ടും രജിസ്ട്രേഷൻ ആയിട്ടും ഇലക്ട്രിസിറ്റി കണക്ഷൻ ചാർജ് ആയിട്ടും വാട്ടർ കണക്ഷൻ ചാർജ് ആയിട്ടും 1 ടൈം റവന്യൂ ടാക്സ് ആയിട്ടും ലക്ഷറി ടാക്സ് ആയിട്ടും ഇങ്ങനെ ഗവൺമെൻറ് 30% പൈസ മേടിക്കുക. ഇനി ബാങ്കിന് കിട്ടുന്ന ഇൻട്രസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടിക്കുക അത് 35-40% ആവും. ബിൽഡർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 10%. അപ്പോൾ ആരാണ് അതിന് അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി? അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ജനറൽ പബ്ലിക്കാണ്. ഗവൺമെൻറ്റിന് കിട്ടുന്ന പണം കൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? അത് ഡൗൺ ട്രോഡൻ ആയിട്ടുള്ള സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കോമൺ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നു ആണല്ലോ. അല്ലെങ്കിൽ കോമൺ ആയിട്ട് ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോമൺ ഡെവലപ്മെൻറ്റ് വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ പണം വിതൗട്ട് ഡൂയിങ് ജോബാണ് ഗവൺമെൻറ് കിട്ടുന്നത്. ഗവൺമെൻറ് അത് അധ്വാനം കൊടുക്കുന്നില്ല. ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് പണത് കംപ്ലീറ്റ് ചെയ്ത് ഒരു ബിൽഡറെ പോലെ ലാഭം എടുക്കുമല്ലോ. ഗവൺമെൻറ് ഈസ് ആക്ച്വലി സ്ലീപ്പിംഗ് പാർട്ട്ണർ, റിയൽ സ്ലീപ്പിംഗ് പാർട്ട്ണർ. ഗവൺമെൻറ് ഉറങ്ങുകയാണ് ആക്ച്വലി. ആ ഉറക്കത്തിൽ ഇതുകൊണ്ടാണ് ഗവൺമെൻറ് ഈ ലാഭം ഉണ്ടാക്കുന്നത്.
അതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം അതുകൊണ്ടാണല്ലോ നമുക്ക് ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും ഇങ്ങനത്തെ പുതിയ ടെക്നോളജിയൊക്കെ നാട്ടിൽ വന്നതും എല്ലാം അതുകൊണ്ടൊക്കെ തന്നെ. അപ്പോൾ വി ആർ ഓക്കെ വിത്ത് ദാറ്റ്. ബട്ട് അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിസ്ട്രിക്റ്റ് കൊച്ചിയാണ്. ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് വരുമാനം ലഭിക്കുന്ന നഗരം കൊച്ചിയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷനായിട്ടുള്ള സ്പെൻഡിങ് കൊച്ചിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കണക്കുകളായിട്ട് വെച്ച് നോക്കേണ്ടി വരും. എൻ്റെ അറിവിലില്ല എന്നുള്ളതാണ്. അപ്പോൾ വരാൻ പോകുന്ന ഗവൺമെൻറ്റുകളും പുതിയ മുഖ്യമന്ത്രിമാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കൊച്ചിയുടെ വികസനത്തിലൂടെ വേണം കേരളത്തിൻ്റെ വികസനം. കൊച്ചി വികസിക്കാതെ നിന്നുകൊണ്ട് കഴിഞ്ഞ ഒരു കുറച്ച് നാളുകൾ നോക്കുമ്പോൾ കൊച്ചിയുടെ ഗ്രോത്ത് കമ്പയർഡ് ടു അതർ ഡിസ്ട്രിക്ട് ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതലാണെങ്കിൽ തന്നെയും പ്രതീക്ഷിച്ചത്രയും കൂടുതലല്ല. കൊച്ചി തന്നെയാണ് ഏറ്റവും വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരം കേരളത്തിൽ. പക്ഷേ കൊച്ചിയുടെ വികാസത്തിൻ്റെ സ്പീഡ് സ്വല്പം കുറഞ്ഞിട്ടുണ്ട്. ആ സ്പീഡ് തിരിച്ചു പിടിക്കേണ്ട സമയമാണ്. കാരണം അങ്ങനെ തിരിച്ചു പിടിച്ചാലുള്ള ഗുണം കൊച്ചിക്ക് മാത്രമല്ല, അതിൻ്റെ ബെനിഫിറ്റ് വളരെ റിപ്പിൾ എഫക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊച്ചി എന്ന് പറയുന്നത് കൊച്ചിക്കാരുടെ മാത്രമല്ല, കേരളീയരുടെ മുഴുവനുമാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് കൊച്ചി താമസിക്കുന്ന ആൾക്കാർ കൊച്ചിയിലുണ്ട്. ഇവിടെ കണ്ണൂർ കൂട്ടായ്മയുണ്ട്, കോഴിക്കോട് കൂട്ടായ്മയുണ്ട്, തിരുവനന്തപുരം കൂട്ടായ്മയുണ്ട്, കൊച്ചിയിലൊക്കെ ഉണ്ട്. എറണാകുളത്ത് മാത്രമേയാണ് കേരളത്തിൽ വിവിധ ഡിസ്ട്രിക്റ്റുകളുടെ കൂട്ടായ്മ ഉള്ളത്. എല്ലാ വർഷവും ഇവിടെ മുത്തപ്പൻ്റെ ഉത്സവം നടന്ന കണ്ണൂർ കൂട്ടായ്മയുണ്ട്. എല്ലാ റംസാനും ഇവിടെ വലിയ എന്താ പറയുക ഇഫ്താർ നടത്തുന്ന കോഴിക്കോട് കൂട്ടായ്മയുണ്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് കൂട്ടായ്മകൾ ഇവിടെ ഉണ്ട്. മലപ്പുറത്ത് വലിയൊരു മെഹഫിൽ കൂട്ടായ്മയുണ്ട് കൊച്ചിയിൽ, പാട്ട് കേൾക്കുന്ന ആൾക്കാരുടെ. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇവരൊക്കെ കൂടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കൊച്ചി ഈസ് ആക്ച്വലി എ കോസ്മോപൊളിറ്റൻ ഹബ് ഓഫ് കേരള. കൊച്ചി പഴയ കൊച്ചിയല്ല. കൊച്ചി പഴയ കൊച്ചിയല്ല, ആണൊരു സത്യം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ, കൊച്ചി വികസിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്രിപ്പിൾ എഫക്റ്റ് അവിടേക്ക് കൊണ്ടുപോകും. ഈ ലാഭമൊക്കെ കണ്ണൂർക്കൊക്കെ വരും, ഈ ലാഭമൊക്കെ കോഴിക്കോട്ടേക്കും വരും. പക്ഷേ കുതിക്കാനായിട്ട് മുമ്പിലൊരു ക്യാപ്റ്റൻ വേണം. ശരിയാണല്ലോ, ഒരു ലീഡർക്ക് എടുത്തു കാണിക്കാനായിട്ട് നമുക്കൊരു ക്യാപ്റ്റൻ വേണം, അല്ലേ? ഒരു മോഡൽ വേണം. അങ്ങനെ കേരളത്തിൽ നിന്നും ലോകത്തിന് മുമ്പിൽ വയ്ക്കാവുന്ന ഏറ്റവും നല്ല മോഡൽ കൊച്ചി തന്നെയാണ്. കാരണം കൊച്ചിയുടെ എല്ലാ ചേരുവകളും ഉണ്ട്. അതിനെ ഒന്ന് ഒരു കോസ്മെറ്റിക് ചേഞ്ചസ് വരുത്തിയാൽ മാത്രം മതി ഈ ഗവൺമെൻറ്റിന് ലോകത്തിന് മുമ്പിൽ കേരളത്തെ പ്രസൻറ്റ് ചെയ്യാൻ കൊച്ചി ഉപയോഗിക്കും. സോ വാട്ട് വിൽ ഹാപ്പൻ? അതാണ് ലോകത്തിനെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന മിറർ, അല്ലേ? അത് കണ്ടിട്ടാണ് ആൾക്കാർ കൂടി വരുന്നത്. അപ്പോൾ ആ മിററിലൂടെ ആൾക്കാർ കേരളത്തിലേക്ക് വരികയും അതിൻ്റെ റിഫ്ലക്ഷൻ കേരളത്തിലെ മുഴുവൻ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യുകയാണെങ്കിൽ കേരളത്തിൻ്റെ വികസനം കൊച്ചിയിലൂടെ എന്നുള്ളത് യാഥാർത്ഥ്യം. ട്രിവാൻഡ്രമാണോ കൊച്ചിയാണോ ബെസ്റ്റ്? ആ ചോദിച്ചാൽ അത് വഴിയോ അല്ല, ഏത് ആസ്പെക്റ്റിലെന്ന് പറയാൻ പറ്റില്ലല്ലോ. മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ, ലൈക്ക് പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കേരളം നമ്പർ 1 എന്നൊക്കെ പറയാൻ നമുക്ക് സന്തോഷം തോന്നുന്നത്. നമുക്ക് അറിയാം അങ്ങനെ അല്ലെന്ന്, എന്നാലും നമ്മൾ നമ്പർ 1 പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം വെച്ചാൽ അവിടെ തിരുവനന്തപുരം കൊച്ചിയൊക്കെ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ തിരുവനന്തപുരം കൊച്ചിയൊക്കെ നിലനിൽക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, ആരാണോ കൂടുതൽ സാധ്യത തരുന്നത് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സോണായിട്ട് എടുക്കുകയാണെങ്കിൽ കൊച്ചിയെ ഒരു റിയൽ എസ്റ്റേറ്റ് രീതിയിൽ പുറത്തുനിന്നുള്ള ഒരാൾക്ക് കൊച്ചിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ നോക്കിയിട്ട് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ഏതൊക്കെ ആയിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊച്ചി 2 ടൈപ്പ് കസ്റ്റമേഴ്സിനെയും മാനേജ് ചെയ്യുന്ന സ്ഥലമാണ്. ഒന്ന് ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയും ഒന്ന് എൻഡ് യൂസർ കമ്മ്യൂണിറ്റിയും. എൻഡ് യൂസറുടെ ചോയ്സ് വ്യത്യാസമാണ്. അയാളുടെ റിക്വയർമെൻറ്റ്സ് പേഴ്സണൽ ചോയ്സാണ്, അയാളുടെ ബഡ്ജറ്റാണ്. മനസ്സിലായില്ലേ? ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമില്ല. ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചറാണ്. അപ്പോൾ കൊച്ചി എങ്ങോട്ടാണ് ഗ്രോ ചെയ്യണേ? കൊച്ചി ഈസ് ആക്ച്വലി ഗ്രോയിങ് ടുവേർഡ്സ് ഈസ്റ്റ്. കാരണം പടിഞ്ഞാട്ടേക്ക് നമുക്ക് ഇനി ഗ്രോ ചെയ്യാൻ പറ്റില്ല, കടലായി പോയി. അപ്പോൾ ടുവേർഡ്സ് ഈസ്റ്റ് നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കൊരു അപ്രീസിയേഷൻ വേണ്ട, അല്ലെങ്കിൽ നമുക്കൊരു റിട്ടേൺ വേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു റിസൾട്ട് വേണ്ടത് കണക്കാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ വളരെ നിയറസ്റ്റ് ഫ്യൂച്ചറിലാണ് ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പോകേണ്ട സ്ഥലങ്ങളുണ്ട്. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് റിട്ടേൺ കിട്ടിയാൽ എന്ന് ആഗ്രഹിച്ചാൽ പോകേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ഓരോ സ്ഥലങ്ങളുടെ 2-3 എക്സാമ്പിൾസ് പറയാം. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ കൊച്ചിയുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിക്ക് വരാൻ പറ്റിയ സ്ഥലം ബൈപ്പാസിൻ്റെ കിഴക്കുഭാഗം മാത്രമേ ഉള്ളൂ. ബൈപ്പാസിൻ്റെ ഈസ്റ്റേൺ സൈഡിലേക്ക് വേണം. ബൈപ്പാസിൻ്റെ ഈസ്റ്റേൺ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പുതിയ റോഡ് വരുന്നുണ്ട്, നെട്ടൂരിൽ നിന്ന് അങ്കമാലി വഴി അങ്കമാലിയിലേക്ക് വരുന്ന റോഡ്, എയർപോർട്ട് വഴി വരുന്ന റോഡ്. അപ്പോൾ അതൊരു അടുത്ത സ്ട്രൈറ്റ് ലൈനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ, അതായത് സീപോർട്ട് എയർപോർട്ട് റോഡിനും ഈ റോഡിനും ഇടയ്ക്കുള്ള ഭാഗം, അതൊക്കെ ഒരു ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഹബ്ബുകളാണ്. അപ്പോൾ അതൊക്കെ ഇനി ഇൻഫ്രാസ്ട്രക്ചർ വരാനുള്ള സമയമാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇൻഫ്രാസ്ട്രക്ചർ വരാൻ പണ്ടത്തെ അത്രയും സമയം ഇപ്പോൾ വേണ്ട, വളരെ ഫാസ്റ്റാണ്.
പെട്ടെന്ന് നമ്മുടെ പഴുവാതിക്ക് എത്തി നിൽക്കുന്ന പോലെയാണ് വികസനം. കാരണം കണ്ണട ചുറക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഭാഗങ്ങളിലെല്ലാം വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആസ് എ റെസിഡൻഷ്യൽ പ്ലേസ് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. കുട്ടി പഠിക്കുന്ന സ്ഥലവും എൻ്റെ ജോലിയുടെ സ്ഥലവും ഞാൻ പോണ അമ്പലവും എൻ്റെ പള്ളിയും ഒക്കെ കണക്കാക്കിയിട്ടാണ് ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് റെസിഡൻഷ്യലിലേക്ക് വരുന്നത്. പക്ഷേ ഒരു ഫ്യൂച്ചർ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്ററെ സമയത്തോളം അതൊന്നുമില്ല. അയാളെ സമയത്തോളം ഇതൊക്കെ ഉള്ളൊരു സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വില കുറവാണെങ്കിൽ നാളെ വില കൂടുതൽ ഇട്ടെങ്കിൽ മേടിക്കാം. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഹബ്ബൊക്കെയാണ് ഇനി ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും നേരം കൊച്ചിയുടെ ഒരു വളരെ പൊട്ടൻഷ്യലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഫ്യൂച്ചറിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് 42 പോഡ്കാസ്റ്റർ. താങ്ക് യു.